ലെവനെ നമ്മൾ ഇവിടെ അടുപ്പിച്ചു, ദേനയെ നശിപ്പിച്ചു. മറക്കേണ്ട ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാലമാടാ എന്ന് നമ്മൾ വിളിക്കാറില്ലേ? ഈ ഒരു പോയിന്റ് എത്ര പേരാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്? പഞ്ചായത്ത് എന്ന് കേൾക്കുമ്പോൾ ഒരു മലയിലേക്ക് ഇളയ വള്ളി ഇട്ടുകൊണ്ട് കലാപമണി ഇങ്ങനെ കയറുന്നു നിങ്ങൾ പഠിച്ചു. നിങ്ങളുടെ മനസ്സിൽ മുനിസിപ്പാലിറ്റിയിൽ സ്വർണത്തിന്റെ പണി, നഗരങ്ങൾ കോർപ്പറേഷനിലെ കൊല്ലപ്പണി. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ എല്ലാവർക്കും സുഖല്ലേ? മക്കളെ നന്നായി പഠിക്കുന്നുണ്ടല്ലോ നിങ്ങള്? നോക്കൂ, കറണ്ട് അഫയേഴ്സ് നമ്മൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി 2026ലെയും 2025ലെയും പ്രധാനപ്പെട്ട മുഴുവൻ വസ്തുക്കളും പഠിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്ലാസ് ആണ് ഇന്ന്. നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ്. വെറും 6 ക്ലാസ്സുകളുടെ മുഴുവൻ PDF നിങ്ങൾക്ക് തരികയാണ്. നോക്കൂ, നിങ്ങൾ ICC വേൾഡ് കപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഭാഗ്യചിഹ്നങ്ങള്, പ്രധാനപ്പെട്ട ഇവന്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ക്ലാസ്. മിസ് ചെയ്യരുത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. സ്വരാജ് പുരസ്കാരങ്ങളൊക്കെ കോഡാക്കി നമുക്ക് പഠിക്കാം. നിങ്ങൾ സെറ്റല്ലേ? കൂടെ ഉണ്ടല്ലോ? കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയാണ്. ഇഷ്ടപ്പെട്ട ക്ലാസ് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും PDF വായിക്കുക. PDF ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കിട്ടും. ടെലഗ്രാം ചാനൽ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രൈക്കർ PSC സെർച്ച് ചെയ്യുക കേട്ടോ. മുഴുവൻ കറണ്ട് അഫയേഴ്സും PDF ഫ്രീ ആണ്. 2026ലെ മിലാനോ കോർട്ടിന വിന്റർ ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം ടീന മിലോ. നോക്കൂ, മിലാനോ കോർട്ടിന എവിടെയാണിത്? ഇറ്റലിയിലാണ് 2026ലെ വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്. ഇറ്റലിയിലാണ് 2026ലെ വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്. അതിന്റെ ഭാഗ്യചിഹ്നം മിലാനോ കോർട്ടിന ഒളിമ്പിക്സ് ആണ്. അതിന്റെ ഭാഗ്യചിഹ്നം ടീനയും മിലോയുമാണ്. പഠിച്ചു വെച്ചേക്കണം. ടീന മിലോ, ആ പേര് തന്നെയുണ്ട്. മിലാനോ കോർട്ടിന, ടീന മിലോ. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് മോട്ടു എന്ന ആനക്കുട്ടി. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം മോട്ടു, മോട്ടോർ വാഹന വകുപ്പ് മോട്ടു. കൊച്ചി മെട്രോ മുംബൈ ഉള്ളതാണ്. മിലു എന്ന ആനക്കുട്ടിയാണ്. കൊച്ചി മെട്രോ മിലു എന്ന ആനക്കുട്ടിയാണ്. അവിടെ നമുക്ക് തെറ്റിപ്പോകുക എന്താണ്? ഈ പറയുന്ന മെട്രോയിലേക്ക് വരുമ്പോൾ മിലുയും, അതുപോലെ തന്നെ മിലോ ആണ്. മിലാനോ കോർട്ടിന, മിലോ ഇത് മിലു, മാറണ്ട. എന്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ പദ്ധതിയുടെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം സർവേ പപ്പു ആണ് എന്ന ആനയാണ്. സർവേ പപ്പു എന്ന ആന. അവിടെ നമുക്ക് താമരശ്ശേരി ചുരം ചോദിച്ചു പോകാം. പപ്പു ചേട്ടനാലോ ചെയ്യും സർവേ പപ്പു. ഓക്കെ. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം ബോലു എന്ന ആനയാണ്. കൂടാതെ മിലു കൊച്ചി മെട്രോയാണ്. കൊച്ചി മെട്രോ എന്ന് പറഞ്ഞാല് നമ്മുടെ ട്രെയിനാണ്. ഇവിടെ കൊച്ചി വാട്ടർ മെട്രോ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ജങ്കാർ ആലോചിക്കുക. വാട്ടർ ആയതുകൊണ്ട് ജങ്കു എന്ന മത്സ്യമാണ് കൊച്ചി വാട്ടർ മെട്രോ. ഫോണിന്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവയാണ്. എന്താണ്? ഫിബോ എന്ന കടുവയാണ്. ഡിജി കേരളം 2.0 പദ്ധതിയുടെ പ്രചരണാർത്ഥം ഭാഗ്യചിഹ്നമായി അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് മലമുഴക്കി വേഴാമ്പലാണ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നം പച്ചക്കുതിരയാണ് കേട്ടോ. പച്ചത്തുള്ളൻ എന്നൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ പച്ചക്കുതിര. 2026 ലോക പ്രഥമ യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം പ്രഥമ യോഗ ചെയ്യുന്ന ഒരു സിംഹം, വീരനായ സിംഹം. യോഗാസന ചാമ്പ്യൻഷിപ്പ് വീർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനിയുള്ള പരീക്ഷയിൽ വരാൻ പോകുന്ന ചോദ്യം പഠിച്ചു വെച്ചേക്കുക. ഫിഫ ലോകകപ്പ് 2026ന്റെ ഭാഗ്യചിഹ്നങ്ങൾ 3 എണ്ണമാണ്. കാരണം ഫിഫ ലോകകപ്പ് 2026 3 രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അമേരിക്കയും കാനഡയും മെക്സിക്കോയും. അപ്പൊ ഓർക്കുക, മേപ്പിൾ സായു ക്ലച്ച്. ഏതൊക്കെയാണ്? മേപ്പിൾ സായു ക്ലച്ച്. നോക്കൂ, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ, ഫിഫ ലോകകപ്പിനെ കുറിച്ച് അടുത്തൊരു ക്ലാസ്സിൽ PDF ഉണ്ട്. അപ്പൊ അത് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം വിഖ്യാത എഴുത്തുകാരി അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന് കിട്ടുന്നു. മാതൃഭൂമിയുടെ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് കിട്ടുന്നു? വിഖ്യാത എഴുത്തുകാരി അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റാംസർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശമാണ് പാട്ന പക്ഷി സങ്കേതം. പഠന എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പഠന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പാട്ന വരും. ഏതാണത്? ബീഹാറിലാണ്. അപ്പൊ ഇത് ഉത്തർപ്രദേശിലാണ് പഠന പക്ഷി സങ്കേതം. ചാരി ദണ്ഡ ഗുജറാത്തിലാണ്. ചാരി ദണ്ഡ, ഇതൊക്കെ പേര് ഹിന്ദി പേരുകൾ മലയാളത്തിലും ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ചാരി ദണ്ഡ പഠന UPയിലും ജാരി ദണ്ഡ ഗുജറാത്തിലുമാണ്. ഓർത്തു വെച്ചേക്കണേ. അല്ലെങ്കിൽ 2026 A1 മാപ്സ് എന്നൊരു പുതിയൊരു വാൽനക്ഷത്രത്തെ കണ്ടെത്തി ശാസ്ത്രജ്ഞന്മാർ എന്ന കാര്യം മറക്കണ്ട. ഒരു പുതിയ വാൽനക്ഷത്രമാണ് നമ്മുടെ PSC ബുള്ളറ്റിനുള്ള പോയിന്റ് ആട്ടോ. 2026 A1 മാപ്സ്. ഇടുക്കിയിലെ മീശപ്പുലി മലയിൽ നിന്നും ലിറ്റ്സിയ മീശപ്പുലി മലയാന അല്ലെങ്കിൽ ലിറ്റ്സിയ ഇടുക്കിയാന എന്നീ പുതിയ 2 സ്പീഷീസ് സസ്യങ്ങളെ കണ്ടെത്തി. ഇതൊക്കെ നമ്മുടെ PSC ബുള്ളറ്റിനാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു മേപ്പിൾ, സായു, ക്ലച്ച്, ഇത് മൂന്നുമാണ് ഫിഫ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് IPL വനിതകളുടെ 2026 IPL കിട്ടിയത് RCBക്കാണ്. മക്കളെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 2026 വനിതാ IPL റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹിയാണ് തോൽപ്പിക്കുന്നത്. കൂടുതൽ റൺസ് നേടിയത് സ്മൃതി മന്ദാനയാണ്. കൂടുതൽ റൺസ് നേടിയത് സ്മൃതി മന്ദാനയും ഫൈനലില് ഈ പറയുന്ന താരം കൂടുതൽ വിക്കറ്റ് നേടിയത് സോഫിയ ഡിവൈൻ ആണ്. സോഫിയ കൂടുതൽ വിക്കറ്റ്, കൂടുതൽ റൺസ് സ്മൃതി മന്ദാനയും വിക്കറ്റ് സോഫിയയും. നോക്കൂ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 2026 അണ്ടർ-19 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ്. അണ്ടർ-19 ആണ് ലോകകപ്പ്, പുരുഷ ഏകദിന ലോകകപ്പാണ്. കിരീടം കിട്ടുന്നത് ഇന്ത്യക്കാണ്. ഇന്ത്യയുടെ 6ാം കിരീടമാണ് ഇത്തരത്തിലുള്ള പുരുഷ അണ്ടർ-19. റണ്ണറപ്പ് ഇംഗ്ലണ്ടിനെയാണ് നമ്മൾ തോൽപ്പിക്കുന്നത്. 19 വയസ്സിന് താഴെയുള്ള ലോകകപ്പ് ഇന്ത്യക്ക് ഈ കൊല്ലം കിട്ടുന്നു, ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്നു. നടന്നത് സിംബാബ്വേയിലും നമീബിയയിലും വെച്ചിട്ടാണ്. എവിടെയാണ്? സിംബാബ്വെ, നമീബിയ, മറക്കണ്ട. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയുഷ് മാത്രയായിരുന്നു. ചെറിയ കുട്ടികളെ കളിയായതുകൊണ്ട് ആയുഷ്, അധികം ആയുസ് ഇല്ലാത്ത കുട്ടിയാണ്, ആയുസ് കുറെ കുറവുള്ള കുട്ടിയാണ് ആയുഷ് മാത്രേ. ലോകകപ്പ് സ്ക്വാഡിൽ ഉൾപ്പെട്ട മലയാളി താരങ്ങൾ ആരോൺ ജോർജും മുഹമ്മദ് ഇനാനുമാണ്. എന്തൊക്കെയാണ്? ആരോൺ ജോർജ്, മുഹമ്മദ് ഇനാൻ. നോട്ട് ചെയ്ത് വെച്ചേ. 2026 ലോകകപ്പ് കിട്ടിയ അണ്ടർ-19 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെട്ടിരുന്ന മലയാളികൾ ആരൊക്കെ ചോദിച്ചാൽ ആരോൺ ജോർജും മുഹമ്മദ് ഇനാനുമാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അല്ലെങ്കിൽ മാൻ ഓഫ് ദി മാച്ച് വൈഭവ് സൂര്യവംശി. എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരോദയമാണ് വൈഭവ് സൂര്യവംശി. വൈഭവ് എന്നൊക്കെ ഉള്ളത് വൈഭവ് ആട്ടോ, വൈഭവ് സൂര്യവംശി. നമുക്ക് ഇപ്പൊ നമ്മൾ നോക്കിയത് വനിതാ പ്രീമിയർ ലീഗ് IPL RCBക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് പുരുഷന്മാരുടേത് ഇന്ത്യക്ക് കിട്ടിയെന്ന് പറഞ്ഞു. സെറ്റ് 2026. ഇനി 2026 ICCയുടെ പുരുഷന്മാരുടെ 2020 ലോകകപ്പ് ഉണ്ട്. പഠിച്ചു വെക്കണം. ICCയുടെ 2020 പുരുഷന്മാരുടെ ലോകകപ്പ്, അണ്ടർ-19 പുരുഷന്മാരുടെ ലോകകപ്പ് 2020 അല്ല കേട്ടോ. അതുപോലെ തന്നെ IPL. ഇതൊക്കെ കൂടി വരുമ്പോൾ കൺഫ്യൂഷൻ ആവുമെന്ന് എനിക്കറിയാം. നമ്മുടെ ടെലഗ്രാം ബാച്ചിൽ ഞാൻ ക്ലാസ്സിൽ എടുത്തെടുത്ത് ഇവരെ ഇതിങ്ങനെ ചോദിച്ച് പറഞ്ഞ് പഠിപ്പിക്കലായിരുന്നു. കാരണം 5-6 കാറ്റഗറി ഉണ്ട്. വനിതകൾക്ക് IPL ഉണ്ട്, വനിതകൾക്ക് 2020 ഉണ്ട്, വനിതകൾക്ക് ലോകകപ്പ് ഉണ്ട്, പുരുഷന്മാർക്കുണ്ട്. മാറരുത്, വർഷമൊന്നും മാറരുത്. അപ്പൊ തൽക്കാലം നിങ്ങൾ വൃത്തിക്ക് പഠിക്കുക. കുറച്ച് പഠിച്ചാൽ അതെങ്കിലും വൃത്തിക്ക് പഠിച്ചാൽ ഡിലീഷൻ മെത്തേഡിലൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ IPL വനിത RCB കിട്ടിയെന്ന് പഠിച്ചു. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക് കിട്ടിയെന്ന് പഠിച്ചു. ഇനി നോക്കൂ, 2026 ഇക്കൊല്ലം നടക്കുന്ന ICC 2020 ലോകകപ്പ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മുടെ ഇന്ത്യക്ക് കിട്ടുന്നു. ICC 2020 ലോകകപ്പ് നടന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ചിട്ടാണ്. ICCയുടെ പുരുഷന്മാരുടെ 2020 ലോകകപ്പ് നടന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ചിട്ടാണ്. ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസത്തിലായിരുന്നു. മാർച്ച് 8-ാം തീയതിയായിരുന്നു, ഫെബ്രുവരി 7 മുതൽ കേട്ടോ. നമ്മുടെ അവസാനത്തെ ഫൈനൽ മത്സരം നടന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലായിരുന്നു, അഹമ്മദാബാദിലായിരുന്നു. ഇന്ത്യ വിജയിച്ചു. ഇന്ത്യ തോൽപ്പിച്ചത് ന്യൂസിലാൻഡിനെയാണ്. ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്നത് അണ്ടർ-19 അത് എവിടെ വെച്ച് നടന്നു? സിംബാബ്വെ, നമീബിയ. നേരത്തെ പറഞ്ഞവർക്കുണ്ട് സിംബാബ്വെ, നമീബിയ കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ മാറിപ്പോ. അണ്ടർ-19 സിംബാബ്വെ, നമീബിയ. അതുപോലെ തന്നെ 2020 പുരുഷന്മാരുടെ മെയിൻ കളി നടന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ചിട്ട്. ഓക്കെ, നമ്മുടെ അണ്ടർ-19 പ്രാധാന്യത്തോട് നിങ്ങൾ പഠിക്കേണ്ടത് 2020 ലോകകപ്പാണ് കേട്ടോ. ഇന്ത്യയുടെ ക്യാപ്റ്റൻ നമ്മുടെ ആയുഷ് മാത്രയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ഇന്ത്യൻ ടീമിന്റെ 2020 ടീമിന്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആണ്. സൂര്യകുമാർ യാദവ്. നമ്മുടെ ന്യൂസിലാൻഡിന്റെ ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നർ ആണ്. നോക്കൂ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉറപ്പാണ് നിങ്ങൾക്ക്. ഇതാ വീണ്ടും ഞാൻ സ്റ്റാർ ഇട്ട് വെക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദ്യം വന്നിരിക്കും, എഴുതി വെച്ചു നിങ്ങൾ. 2026 ICC 2020 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരെന്ന് ചോദിച്ചാൽ സഞ്ജു സാംസൺ, നമ്മുടെ ചെക്കൻ സഞ്ജു, പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. പ്ലെയർ ഓഫ് ദി ഫൈനൽ ആരെന്ന് ചോദിച്ചാൽ ഫൈനൽ നമ്മൾ ജയിച്ചു, ജസ്പ്രീത് ബുംറ. പ്ലെയർ ഓഫ് ദി ഫൈനൽ, പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് മറക്കണ്ട. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് സാഹിബ് സദാ ഫർഹാൻ. നോക്കണേ, ഫർഹാൻ ആണ്. ഇദ്ദേഹം പാകിസ്ഥാൻ പ്ലെയർ ആണ്. ഏറ്റവും കൂടുതൽ റൺസ് 383 റൺസ് സാഹിബ് സദാ ഫർഹാൻ. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് 2 പേരാണ്. ഒന്ന് ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയും. വരുൺ ബുംറ ഏറ്റവും കൂടുതൽ വിക്കറ്റ് 14 വിക്കറ്റ്.
ഫർഹാനാണ് 383 റൺസ് നേടിയ പാകിസ്ഥാൻക്ക് ഏറ്റവും കൂടുതൽ റൺസ്. ഫൈനലിലെ അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദി ഫൈനൽ എന്ന് വിളിക്കുന്നത് ജസ്പ്രീത് ബുംറ. ടൂർണമെന്റിന്റെ താരം സഞ്ജു സാംസൺ. സഞ്ജുവിനെ കുറിച്ച് കൊടുത്ത കാര്യങ്ങൾ വായിച്ചു നോക്കുക. 321 റൺസാണ് ആകെ നേടിയത് കേട്ടോ. അദ്ദേഹത്തിന്റെ ആവറേജും സ്ട്രൈക്ക് റേറ്റും 50 എത്ര അടിച്ചു എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹൈ സ്കോർ 97 ആണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇതെല്ലാം നിങ്ങൾ പഠിക്കണേ മക്കളെ. ഒരുപാട് പോയിന്റ് ഞാൻ കാച്ചി കുറുക്കി തരികയാണ്. നമ്മുടെ സഞ്ജു ഒരു 2020 ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരം. ഇതുവരെ നടന്ന 2020 ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഒരു ടൂർണമെന്റിൽ 24 സിക്സറാണ് ചെക്കൻ അടിച്ചത്. 321 റൺസ് എന്ന് നമ്മൾ പറഞ്ഞു. 321 റൺസ് പഠിക്കുക, ബൈഹാർട്ട് പഠിക്കുക. 321 റൺസിൽ 24 സിക്സർ ഉണ്ടായിരുന്നു. അദ്ദേഹം 5 മത്സരങ്ങളിലായിട്ടാണ് കളിച്ചത്. ഒരു ലോകകപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ ഇന്ത്യൻ താരമാണ്. ഇതിനു മുമ്പ് നടന്ന പല ലോകകപ്പിനും 2020 321 റൺസ് ആരും എത്തിയിട്ടില്ല. ഒരു ലോകകപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ ഇന്ത്യൻ താരം. ഫൈനലിൽ അദ്ദേഹം 89 റൺസ് നേടി 45 പന്തിൽ കേട്ടോ. ആ ഫൈനലിലെ റൺസ് മുന്നോട്ട് ചെയ്തൊക്കെ 89. ടോട്ടൽ 321 റൺസ്. അതിനകത്ത് 24 സിക്സർ. ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ച താരമെന്ന ബഹുമതി അല്ലെങ്കിൽ ഒരു നേട്ടം നേടുന്നു. ടോട്ടലായിട്ട് ഫൈനലിൽ നേടിയ റൺസ് 89 റൺസാണ്. 2020 ലോകകപ്പ് ഫൈനലിൽ ചരിത്രത്തിലെ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണ്. അപ്പൊ ഫൈനലിലൊക്കെ 89 റൺസ് നേടുക നല്ല കാര്യമാണ്. അറിയിക്കുക, ടോപ്പാണ്. അപ്പോൾ അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫൈനലിൽ 89 റൺസ് ഒരു താരം നേടുന്നത് കേട്ടോ. ഒരു പുരുഷ സീനിയർ ലോകകപ്പില് ടൂർണമെന്റിന്റെ താരമാകുന്ന ആദ്യത്തെ മലയാളി. നിങ്ങൾക്കറിയാം, ടിനു യോഹന്നാൻ, അതുപോലെ തന്നെ ശ്രീശാന്ത്, ഇവരൊക്കെ ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സീനിയർ ലോകകപ്പിൽ ഫൈനലിൽ ആലോചിച്ചു നല്ല റൺസ് നേടുന്നു. അതുപോലെ ആ ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യയുടെ താരമായി മാറുന്നു. അങ്ങനെ ഒരു മലയാളി ആദ്യമായിട്ടാണ് ഒരു ലോകോത്തര ടൂർണമെന്റിൽ നമ്മുടെ ഈ പറയുന്ന പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആകുന്നത് കേട്ടോ. 2026 2020 ലോകകപ്പിൽ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് നമ്മുടെ സഞ്ജു അല്ല കേട്ടോ. അത് അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മ 18 ബോളിലാണ് എന്ത് നേടിയത്? അഭിഷേക് ശർമ്മ. അഭിഷേകം തന്നെയായിരുന്നു കേട്ടോ. 18 ബോളിൽ 50 റൺസ് അർദ്ധ സെഞ്ചുറി. 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ ഏറ്റവും ഇവിടെ നോക്കണം. ഇവിടെ എന്താണ് അഭിഷേക് ശർമ്മയെ കുറിച്ച് പറയുമ്പം 2026 2020 ലോകകപ്പിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി എന്നാ പറഞ്ഞത്. എന്നാൽ ശ്രദ്ധിച്ചേ, 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ഇദ്ദേഹമല്ല, അത് യുവരാജ് സിംഗ് ആണ്. 2007 വെറും 12 ബോളിലാണ്, ഓർമ്മ ഉണ്ടാവും, അടിച്ച് 6 അങ്ങനെ അടിച്ച് കൂട്ടുമായിരുന്നു അല്ലെ നമ്മുടെ യുവരാജ്. 2007 2020 ഈ പറയുന്ന 12 ബോളിൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. ഓക്കെ ആണല്ലോ. ഇവിടെ ശ്രദ്ധിച്ചേ, 50 അതായത് 50 അടിച്ചത് ഏറ്റവും വേഗത്തിൽ അഭിഷേക് ശർമ്മ 18 ബോൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 33 പന്തിൽ എവിടെ പോയി? 33 പന്തില് ഫിൻ അലൻ എന്ന് പറയുന്ന ന്യൂസിലാൻഡിന്റെ താരം ഫിൻ അലൻ, അഭിഷേക് ശർമ്മ 50 റൺസ് 18 ബോളിലാണെങ്കിൽ ഫിൻ അലൻ പഠിച്ചു വെച്ചേ, ഫിൻ അലൻ 33 പന്തിൽ ഇതാ സെഞ്ചുറി നേടുകയാണ്. പഠിച്ചു വെക്കുക. ഫിൻ അലനും അഭിഷേക് ശർമ്മയും, അതുപോലെ തന്നെ ടൂർണമെന്റിലെ താരം സഞ്ജു സാംസണും, ഫൈനലില് ജസ്പ്രീത് ബുംറയും. ഓക്കെ, ഫൈനലിൽ ഇന്ത്യ 255 റൺസ് ആയിരുന്നു 5 വിക്കറ്റ് നേടിയത്. ഇന്ത്യ അങ്ങനെ ജയിച്ചു. ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ടീമിന്റെ സ്കോർ കൂടിയാണ് 255 റൺസ് എന്ന് പറഞ്ഞാട്ടോ. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയുടെ മൂന്നാമത്തെ 2020 ലോകകപ്പാണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു, നേരത്തെ യുവരാജ് ഒക്കെ അടിച്ചു കൂട്ടിയ അല്ലെ 12 ബോളിൽ 50 അടിച്ച 2007 ആദ്യമായിട്ട് ഇന്ത്യക്ക് 2020 ലോകകപ്പ് കിട്ടിയിരുന്നു ധോണിയുടെ ടീം. പിന്നീട് 2024 കഴിഞ്ഞ പ്രാവശ്യം കിട്ടി, ഇതാ ഇപ്രാവശ്യം കിട്ടി. മറന്നുകൊണ്ട് അടുപ്പിച്ച് ഇന്ത്യ ലോകകപ്പ് 2020 നേടുകയാണ്. 2024, 2026, 2007 ഇത് മൂന്നും പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരും. ഇന്ത്യൻ ടീമിന്റെ പരിശീലകൻ നമ്മുടെ മുൻ പ്ലെയർ ആയിട്ടുള്ള ഗൗതം ഗംഭീർ ആയിരുന്നു. ഇനി നമുക്ക് സന്തോഷ് ട്രോഫി നോക്കാം, തെറ്റിക്കരുതേ. നമ്മളിപ്പോ ക്രിക്കറ്റ് 3 പറഞ്ഞു. ഇനി സന്തോഷ് ട്രോഫിയിലേക്ക് വരികയാണെങ്കിൽ സന്തോഷം കിട്ടും നിങ്ങൾക്ക് സർവീസിൽ കയറിയാൽ. 2026 സർവീസിൽ കയറാനുള്ള പരീക്ഷ നിങ്ങൾ പാസ്സാവും ചെയ്യും അല്ലെ? പാസ്സാവില്ലേ? ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് സർവീസിൽ കയറിയ സന്തോഷം 2027 എനിക്ക് ജോലി കിട്ടുന്നത് കമന്റ് ചെയ്ത് വെച്ചോ. എന്നിട്ട് നിങ്ങൾ അടുത്ത വർഷം വന്നിട്ട് ഈ കമന്റ് കാണോ എനിക്കറിയില്ല. നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. എത്ര പേരാണ് സർവീസ് കയറാൻ നോക്കട്ടെ. സന്തോഷത്തോടു കൂടി സർവീസ് കയറാൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ചെയ്യും. ഒരു മാർക്ക് കിട്ടാനുള്ള ട്രിക്കാ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആണ് സർവീസസ്. എടാ മക്കളെ, കേരളത്തെ അവിടെ തോൽപ്പിച്ചത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. റണ്ണർ അപ്പ് കേരളമാണ്, ജസ്റ്റ് മിസ്സായി പോയി. വേദി ആസാമിലായിരുന്നു. ആസാമിൽ വെച്ചിട്ട് സന്തോഷിക്കാൻ പോയി കേരളം, പക്ഷെ തോറ്റുപോയി. അങ്ങനെയാണെങ്കിൽ 2026 സാഫ് അണ്ടർ 19 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയതും ഇന്ത്യക്കാണ്. ഇത് നടന്നത്
നേപ്പാളിലാണ് സാഫ് ബംഗ്ലാദേശിനാണ് തോൽപ്പിച്ചത്. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നേപ്പാളിൽ വെച്ച് നടന്നു. ഇന്ത്യ വിജയിച്ചു. സന്തോഷ് ട്രോഫി ജയിച്ചത് സർവീസസ് ആണ്. കേരളത്തെ തോൽപ്പിച്ചു വേരി ആസാം. കേരളത്തിലെ ആദ്യത്തെ കാഴ്ച പരിമിതിയുള്ള വനിതാ ജഡ്ജിയുടെ പേര് ധന്യാനാഥൻ സി ആണ്. ധന്യാനാഥൻ സി. വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരമായി മാറിയ ഇന്ത്യൻ ക്യാപ്റ്റനാണ് ഹർമൻ പ്രീത് കൗർ. നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ, വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരമായിട്ട് മാറുകയാണ്. 161 ഏകദിനങ്ങളും 189 2020 മത്സരങ്ങളും 6 ടെസ്റ്റുകളുമാണ് അവർ കളിച്ച് റെക്കോർഡ് ഇട്ടത്. അതുകൊണ്ട് ഇത് കറക്റ്റ് സംഖ്യ ഒന്ന് പഠിക്കണം, മാറും. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ നിർമ്മാണശാല വരുന്നത് വെമഗൽ എന്ന് പറയുന്ന സ്ഥലമാണ്. വെമഗൽ, അത് കർണാടകയാണ്. വെമഗൽ 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 ഹെലികോപ്റ്റർ. വേഗം അല്ലെ, വേഗം നൽകിയ വേഗം. വേമഗൽ വേഗത്തിൽ, ഹെലികോപ്റ്റർ വരും വേഗത്തിൽ. വെമഗൽ വേഗത്തിൽ. 2024 സർക്കാരിന്റെ മാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സ്വദേശാഭിമാനി കേസരി പുരസ്കാരം കിട്ടിയത് മലയൻ കീഴ് ഗോപാലകൃഷ്ണനാണ്. എടാ, മാധ്യമ പ്രവർത്തകർ കൊടുക്കുന്ന ടോപ്പ് പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. അത് കിട്ടിയത് മലയൻ കീഴ് ഗോപാലകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമാണ് ഭാരത് ടാക്സി. എന്ന് വെച്ചാൽ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ സഹകാർ ടാക്സി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. സഹകരണ മേഖലയിലുള്ള ഒരു ടാക്സി സംവിധാനത്തെ നമ്മൾ എന്ന് വിളിക്കും ഭാരത് ടാക്സി എന്ന് വിളിക്കും. ഇനി പ്രധാനപ്പെട്ട ചില സംഖ്യകളാണ്, പഠിച്ചു വെക്കണേ. കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ആരോഗ്യ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനുമായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 104. എൽഡർ ലൈൻ നമ്പർ എത്രയാണ് ചോദിക്കും? 14567. ചൈൽഡ് ലൈൻ നമ്പർ എത്രയാണെന്ന് ചോദിക്കും? 1098. എൽഡർ ലൈൻ ഒക്കെ പഠിക്കാൻ സുഖമാണ്. 1 കഴിഞ്ഞാൽ പിന്നെ 4, 5, 6, 7 പിന്നെ അങ്ങോട്ടാണ് പ്രായാലോചിക്കുക. എൽഡർ ലൈൻ. ചൈൽഡ് ലൈൻ ഒക്കെ SC കാർഡിലുള്ള എല്ലാവർക്കും അറിയാം. 1098 ചൈൽഡ് ലൈൻ. കേട്ടല്ലോ? അപ്പൊ ആരോഗ്യ വകുപ്പ് കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ആരോഗ്യ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനുമായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 104. ഇനി ആംബുലൻസ്, പോലീസ് ഒക്കെ പഠിക്കുന്നവര് ആരോഗ്യ വകുപ്പിന്റെ കാര്യങ്ങൾ അറിയാൻ 104 1 മാർക്ക് ഷുവറാണ്. വളർത്തു മൃഗങ്ങൾക്കായുള്ള അടിയന്തര ചികിത്സയ്ക്കായി ആരംഭിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ടോൾ ഫ്രീ നമ്പറാണ് 1962. 1962 മറക്കേണ്ട, വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്. 1963 മയിലിനെ പാവോ ക്രിസ്റ്റാറ്റസ് അല്ലെ, ഇപ്പൊ നമ്മൾ പാവമാണ് മയിൽ എന്ന് പറയും. അപ്പൊ അത്തരത്തിലുള്ള മയിലിനെ ദേശീയ പക്ഷിയായിട്ട് വരുന്ന 1963 KSEB പരാതികൾ രജിസ്റ്റർ ചെയ്യാനുള്ള ടോൾ ഫ്രീ നമ്പറാണ്. നിങ്ങൾക്ക് KSEBയുടെ ബില്ല് നോക്കി അടിയിൽ കാണാൻ പറ്റും. 1912. ഏത് മറക്കണ്ട, 1912. ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ നമുക്കൊക്കെ അറിയാം. കൊറോണ സമയത്ത് 1056. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പർ. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി മാസം 25-ാം തീയതിയാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. റിപ്പബ്ലിക് ആവുന്നതിന്റെ തലേ ദിവസം ഇലക്ഷൻ കമ്മീഷൻ വന്നാലേ പ്രസിഡന്റ് വരുന്നു ആലോചിച്ചാൽ മതി. ഇലക്ഷൻ വേണ്ടേ? അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ജനുവരി 25, 1950 ആയതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പർ 1950. സെൻസസുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പർ 1855. 1 മാർക്ക് ഷുവറാണ്. ദ സ്റ്റാർ ഇട്ട് വെക്കാം. 2026-27 സെൻസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. സെൻസസുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ടോൾ ഫ്രീ നമ്പറാണ് 1855. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വായനയ്ക്ക് ഗ്രേസ് മാർക്ക്, അതായത് 10 മാർക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളമാണ്. വിമാനയാത്രക്കാർക്ക് 10 രൂപയ്ക്ക് ചായയും 20 രൂപയ്ക്ക് സ്നാക്സും. ആ പൈസ ഒന്നും പഠിക്കണ്ടേ. ഉഡാൻ യാത്ര അല്ലെങ്കിൽ യാത്രി കഫേ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണെന്ന് കൂട്ടുകാർക്കറിയാം. മെയ് 22 ജൈവ വൈവിധ്യ ദിനമാണ്. മെയ് 22 ഫെബ്രുവരി 2 തെറ്റിപ്പോണ്ട. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമാണ്. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ. ഇത് ബൈഹാർട്ട് പഠിക്കണം, ഷുവറാണ് ക്വസ്റ്റ്യൻ കേട്ടോ. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ. മണിപ്പൂരിലെ പുതിയ മുഖ്യമന്ത്രിയുടെ പേര് യുംന ഗേം ചന്ദ് സിംഗ് ആണ്. എന്താണ്? മണിപ്പൂരിൽ യമുന അല്ലട്ടോ, യുംന ഗേം ചന്ദ് സിംഗ്. യമുനയെ ചന്തമുള്ള യമുന. മണി കെട്ടിയപ്പോൾ യമുനയ്ക്ക് നല്ല ചന്തം. മണി കെട്ടിയപ്പോൾ മണിപ്പൂർ യമുനയ്ക്ക് നല്ല ചന്തം. ജമ്മു കാശ്മീരിലെ ഉധംപൂർ ജില്ലയിലുള്ള ബസന്ത്ഗഡ് വനമേഖലയിൽ സുരക്ഷാ സേനകൾ നടത്തിയ സംയുക്ത ഭീകരവിരുദ്ധ പോരാട്ടമാണ് ഓപ്പറേഷൻ കിയ. കിയ എന്ന് പറയുന്ന കാറൊക്കെ ഉണ്ട്. ഇത് കിയ ആണ്. ജമ്മു കാശ്മീരിലെ ഉധംപൂർ ജില്ലയിലുള്ള ബസന്ത്ഗഡ് വനമേഖല. 2026 ഫെബ്രുവരി 5 18 തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ ഖനി അപകടം നടന്ന
കിഴക്കൻ ജയന്തിയ ഹിൽസ് ഏത് സംസ്ഥാനത്ത് ചോദിച്ചാൽ ജയന്തിയ, ഗാരോ, ഗാസി ഒക്കെ പഠിച്ചില്ലേ, മേഘാലയ. ഇത് അന്വേഷിക്കാനുള്ള 3 അംഗ ജുഡീഷ്യൽ സംഘത്തിന് നേതൃത്വം നൽകിയത് ജസ്റ്റിസ് RS ചൗഹാൻ. RS ചൗഹാൻ ആയിരുന്നു ഈ പറയുന്ന മേഘാലയയിൽ ഉണ്ടായിരുന്ന ഖനി തൊഴിലാളികളുടെ ജയന്തിയ ഹില്ലിൽ ഉണ്ടായിരുന്ന അപകടത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം, അത് ചേവായൂരിലാണ്. ചേവായൂർ എവിടെയാണ്? കോഴിക്കോട്. ചേവായൂർ കോഴിക്കോട് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി വരുന്നു. കാൽനട യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കാനുള്ള ആപ്പാണ് രാജ് മാർഗ് യാത്ര. നോക്കൂ, രാജ്യത്തിന്റെ മാർഗത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നറിയിക്കുക അല്ലെ, കാൽനട യാത്രക്കാർ. രാജ് മാർഗ് യാത്ര. കാൾമാർക്സിന്റെ പുതിയ വെങ്കല പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ് കാൾമാർക്സിന്റെ പുതിയ വെങ്കല പ്രതിമ സ്ഥാപിച്ചത്. 2026 സീ ഫുഡ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്നത് ചെന്നൈയാണ്. കാൾമാർക്സിന്റെ പ്രതിമയും സീ ഫുഡ്, മാർക്സിന് ഇഷ്ടമാണ് സീ ഫുഡ് അറിയിക്കാം. സീ ഫുഡ് കോൺഗ്രസ് ചെന്നൈ, കാൾമാർക്സിന്റെ പ്രതിമ ചെന്നൈ. കാൽനട യാത്രക്കാർക്കുള്ള ഒരു ആപ്പാണ് രാജ് മാർഗ് യാത്ര. ഇന്ത്യക്ക് പുറമെ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്, ആലോചിച്ച് വെക്കുക, മൗറീഷ്യസ്. പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൻ ഔഷധി കേന്ദ്രങ്ങളില്ലടാ, അത് ആരംഭിച്ചത് മൗറീഷ്യസിൽ കൂടി ആരംഭിച്ചു. അവിടെയാണ് മൗറീഷ്യസിൽ ഈ ജൻ ഔഷധി വരുന്നു. 2047 എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന പദ്ധതി പ്രകാരം 100% ഇൻഷുറൻസ് പരിരക്ഷ നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല അൽവാർ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ അൽവാർ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. അൽവ വാരുന്ന ടീമാണ്. അലുവ ഇങ്ങനെ വാരിയിട്ട് എല്ലാവർക്കും ഇൻഷുറൻസ് ഫ്രീ ആക്കി. നോക്കൂ, എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന പദ്ധതി 100% എല്ലാവർക്കും അലുവ വാരി കൊടുത്തു. അൽവാർ രാജസ്ഥാൻ. മറന്നു പോകണ്ട, ചോദ്യം ചോദിക്കും. ചേവായൂർ അവയവ ആശുപത്രി മറന്നു പോകണ്ട. 2026 പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന്റെ വേദി ട്രിവാൻഡ്രമാണ്, തൃശ്ശൂർ എഴുതരുത് കേട്ടോ. 2026 പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ കേട്ടോ, KIFF എന്നാണ്. ഓക്കെ, കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ ട്രിവാൻഡ്രം. ഇന്ത്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ ഇന്ത്യയുടെ താരമാണ് ഇളവേണിൽ വാളറിവൻ കേട്ടോ. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്താണ്? വാളുമായിട്ട് നല്ല ഒരു ഇളം പെൺകുട്ടി വാളുമായി നിന്ന് ഷൂട്ട് ചെയ്യുന്നു. വാളുമായിട്ടല്ല ഷൂട്ട് ചെയ്യുക, തോക്കുമായിട്ടാ. അപ്പൊ ഇളവേണിൽ വാളറിവൻ മറന്നു പോകണ്ട, മാറരുതേ. ഇളവേണിൽ വാളറിവൻ. അയ്യോ വൈകുണ്ഠസ്വാമി മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് കൾച്ചറൽ സെന്റർ സ്ഥാപിക്കുന്നത് വഞ്ചിയൂരിലാണ് കേട്ടോ. വൈകുണ്ഠസ്വാമി വഞ്ചി തുഴഞ്ഞിങ്ങനെ പോകുന്നു, തിരുവനന്തപുരം. വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പകരം ബാലറ്റ് പേപ്പറുകളും ബാലറ്റ് പെട്ടികളും ഉപയോഗിക്കാൻ അംഗീകാരം നൽകിയ മന്ത്രിസഭ കർണാടകയാണ് കേട്ടോ. കർണാടകയിൽ ഇനി ഭാവിയിൽ ബാലറ്റ് വരാൻ വേണ്ടി അംഗീകാരം നൽകി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ആദ്യത്തെ ബ്രിക്സ് ഷെർപ്പ യോഗം ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയുടെ ബ്രിക്സിന്റെ ഷെർപ്പ സുധാകർ ദലേലയാണ്. നമുക്കറിയാം, G20 നടന്ന സമയത്ത് നമ്മൾ ഷെർപ്പ എന്ന് കേട്ടിരുന്നു. അതിന്റെ ഹെഡ് നേതൃത്വം കൊടുക്കുന്ന ഒരാളെ ഷെർപ്പ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ആദ്യത്തെ ബ്രിക്സ് ഷെർപ്പ യോഗം ന്യൂഡൽഹിയിൽ നടന്നു. ഇന്ത്യയുടെ ബ്രിക്സിന്റെ ഷെർപ്പ സുധാകർ ദലേലയായിരുന്നു. സുധാകർ ദലേല. സുനബേദ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ് സുനബേദ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലെ പ്രശസ്തമായ, നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് ഒരുപാട് പഠിച്ചോണ്ട് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ ക്രിക്കറ്റ് ഗണപതി ക്ഷേത്രം അണ്ണാനഗർ ഈസ്റ്റിലെ ശ്രീ പാളയത്തമ്മൻ കോവിലാണ്. ആ ഒരു വളപ്പിലാണ് കേട്ടോ എന്നുള്ളത്. തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ചെന്നൈക്കടുത്ത് അണ്ണാനഗർ ഈസ്റ്റിലെ ശ്രീ പാളയത്തമ്മൻ കോവിൽ ഗണപതി ക്ഷേത്രമാണ്. ക്രിക്കറ്റ് ഗണപതി ക്ഷേത്രം കണ്ട നിങ്ങൾ, വെറൈറ്റി ഫോട്ടോ കണ്ട നിങ്ങൾ. ഒരു ക്രിക്കറ്റ് ടീമിലെ 11 കളിക്കാരെ സൂചിപ്പിക്കുന്ന 11 തലകളുള്ള ഒരു പ്രധാന ഗണപതി വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. വായിച്ചൊക്കെ ബാക്കി കേട്ടോ. കേരളത്തിന്റെ ഔദ്യോഗിക പേര് എല്ലാ ഭാഷകളിലും കേരള എന്ന് മാറ്റിയിട്ട് കേരളം നമ്മുടെ സ്വന്തം കേരളം എന്നാക്കുന്നതിനുള്ള പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കിയത് 2024 ജൂൺ 24. മാഷിന് തെറ്റിയാണോ ചിന്തിക്കേണ്ട, ഇത് പഠിക്കണം. കാരണം ഇതിനിപ്പോ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഈ വർഷം 2026 ഫെബ്രുവരി മാസം 24-ാം തീയതി ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നത് മാറ്റി കേരളം എന്നാക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ ഫെബ്രുവരി 24. റിപ്പീറ്റ് ചെയ്ത് പഠിച്ചേ, 2026 ഫെബ്രുവരി 24. അങ്ങനെയാണെങ്കിൽ മറ്റൊരു 24 ഒരു 2 കൊല്ലം മുമ്പ് 2024 ജൂൺ 24 നമ്മൾ ഈ പ്രമേയമൊക്കെ പാസ്സാക്കിയത്. പക്ഷെ അതിന് അംഗീകാരം കിട്ടിയത് ഈ വർഷമാണ്. മറക്കണ്ട, ഡേറ്റുകൾ ഓർത്തു വെക്കണം. 2024 ജൂൺ 24, 2026 ഫെബ്രുവരി 24.
ബില്ല് രാഷ്ട്രപതി കേരള നിയമസഭയ്ക്ക് അയക്കും. പാർലമെന്റിൽ ബില്ല് പാസ്സാക്കണം. അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. നിലവിൽ ക്ലാസ് എടുക്കുമ്പോൾ സ്ഥിതിയാട്ടോ പറഞ്ഞത്. വിവിധ സർക്കാർ സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുതുതായിട്ട് പുറത്തിറക്കിയ നമ്മുടെ കേരളം മൊബൈൽ ആപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് ഇതേ ഡേറ്റിലാണ് കേട്ടോ. നോക്കൂ, കേന്ദ്ര സർക്കാർ കേരള എന്നുള്ള പേര് കേരളം എന്നാക്കാനുള്ള ഒരു അനുമതിയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര മന്ത്രിസഭ നൽകി. ആ ദിവസം തന്നെ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഒരു ആപ്പാണ്, നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ കേരളം വിവിധ സർക്കാർ സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുന്ന സർക്കാരിന്റെ ഒരു ആപ്പായിരുന്നു നമ്മുടെ കേരളം. ഇത് വന്നത് 2026 ഫെബ്രുവരി മാസം 24-ാം തീയതിയാണ്. സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങളുടെ ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം. ആദ്യം കേരളമായിരുന്നു, രണ്ടാമത് ഗോവയാണ്. ഗോവയിൽ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ടായിരിക്കാം. ആദ്യം കേരളം, പിന്നീട് ഗോവ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ LNG ഡീസൽ ഡ്യുവൽ ഫ്യൂവൽ ഡെമു ട്രെയിൻ വിജയകരമായി പ്രവർത്തനം ആരംഭിച്ചത് സബർമതി അഹമ്മദാബാദ്. ഓർത്തു വെച്ചേക്കണം, സബർമതി അഹമ്മദാബാദ്. സംസ്ഥാനത്തെ SIRന്റെ ഭാഗമായി ഹിയറിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്ന ആദ്യ നിയമസഭാ മണ്ഡലം. നന്നായി പഠിക്കുക. കുട്ടനാട് നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അവിടെ SIRന്റെ ഹിയറിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയ ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണ്. ശ്രദ്ധിക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയ K-സ്മാർട്ട് വഴിയുള്ള സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നാമതെത്തിയ ജില്ല മലപ്പുറമാണ്. K-സ്മാർട്ട്. വളർത്തുമൃഗങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ താൽക്കാലിക ദുരിതാശ്വാസ കേന്ദ്രം ആരംഭിക്കുന്നത് വയനാടാണ്. വളർത്തുമൃഗങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ താൽക്കാലിക ദുരിതാശ്വാസ കേന്ദ്രം വയനാട്. വളർത്തുകളുമായി ബന്ധപ്പെട്ട നേരത്തെ ഒരു ടോൾ ഫ്രീ നമ്പർ പറഞ്ഞില്ലേ, ഓർക്കുന്നുണ്ടോ നോക്കിക്കേ. നമ്മൾ മൈലിനെ പറഞ്ഞു 1962 അല്ലെ. ഇന്ത്യൻ നാവികസേനയുടെ സെയിൽ പരിശീലന കപ്പലായ INS സുദർശിനിയുടെ 2026 ആദ്യ തുറമുഖ സന്ദർശനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഒമാനിലേക്കാണ്. ലോകം ചുറ്റാൻ പോയ സുദർശൻ കറങ്ങി വരല്ലേ. അപ്പൊ സുദർശിനി ആദ്യം പോയത് ഒമാൻ. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുകയാണ്. ഓസ്ട്രേലിയയിലെ മോനാഷ് സർവകലാശാലയുടെ സഹകരണത്തോടെ ലബോറട്ടറിയിൽ വെച്ച് കൃത്രിമമായി പ്രതിരോധ കോശങ്ങൾ വികസിപ്പിച്ചെടുത്ത IIT ആണ് IIT ബോംബെ. IIT ബോംബെയാണ് ലബോറട്ടറിയിൽ വെച്ച് കൃത്രിമ പ്രതിരോധ കോശങ്ങൾ വികസിപ്പിച്ചെടുത്തത്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചത് ജനറൽ നരവനെയാണ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ഇത് വലിയ വിവാദമായി രാഹുൽ ഗാന്ധി ഇത് ഉന്നയിക്കുകയും ലോകസഭയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചർച്ച. ഇപ്പൊ ജനറൽ, മുമ്പത്തെ ജനറൽ ആയിരുന്ന ജനറൽ നരവന എം നരവന നമ്മുടെ മുമ്പത്തെ കരസേനയുടെ ഹെഡ് ആയിരുന്നു എം നരവന. അദ്ദേഹം ആലോചിച്ച് വെക്കാം, മനോജ് മുകുന്ദ് നരവന. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ പുറത്തിറക്കിയ ബ്രാൻഡിയുടെ പേര് മിന്നൽ മുരളി എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന മിന്നൽ മാജിക് ആണ്. ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ വെങ്കലം നേടിയ മലയാളി വനിതയാണ് ആൻസി സോജൻ. മിന്നൽ മാജിക് നമ്മുടെ ലോങ് ജമ്പിൽ ചാടി ആൻസി സോജൻ. കടലിനൊരു പ്രണയലേഖനം. കടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യനാണ് TN പ്രതാപൻ സാർ അല്ലെ. അദ്ദേഹം ഇപ്രാവശ്യം മണലൂരിന് പരാജയപ്പെട്ടു പോയി. അവിടെ പ്രൊഫസർ C രവീന്ദ്രനാഥ് വിജയിച്ച കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ കടലിനൊരു പ്രണയലേഖനം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് TN പ്രതാപനാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വിദ്യാർത്ഥികളെയും ലോകമെമ്പാടുമുള്ള മലയാളി അക്കാദമിക് വിദഗ്ധരുമായി ബന്ധിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സ്കോളാർ കണക്ട്. കേട്ടല്ലോ. 2026 മെഡിസബ് പദ്ധതിയുടെ 2ാം ഘട്ടം നിലവിൽ വരുന്നത് 2026 ഫെബ്രുവരി 1 ഇത് ഇമ്പോർട്ടന്റ് ആണ്. 2026 സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട അവരുടെ മെഡിസബ് പ്രോജക്ട്, ആ മെഡിസബിന്റെ 2ാം ഘട്ടം നിലവിൽ വരുന്നു 2026 ഫെബ്രുവരി 1. പ്രായമായവരെ ബാധിക്കുന്നതും മെഡിസബിന്റെ 2ാം ഘട്ടത്തിൽ ഒഴിവാക്കിയതുമായ റെറ്റിന രോഗത്തിനുള്ള ചികിത്സയാണ് AMD, ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡീജനറേഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് PDF ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനലിൽ കിട്ടുന്നത്. ഇതുവരെ ക്ലാസ് ഒക്കെ ഇഷ്ടമായിട്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് ഇപ്പൊ എല്ലാവരും ഇത്രയും കേട്ടവരുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അതുപോലെ നിങ്ങളൊരു അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അടുത്തൊരു 4 വീഡിയോ പെട്ടെന്ന് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രിലിംസ് സെറ്റാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കേട്ടോ ഒരു ലൈക്കും ഒരു കമന്റും. കാരണം നിങ്ങൾക്ക് ഇത് അടുത്ത പോലെ ഇതൊക്കെ കിട്ടാനുള്ളല്ലേ, അത് ആലോചിച്ചപ്പോഴാണ് എനിക്കിത് ലൈക്കും കമന്റും ചോദിക്കാൻ തോന്നിയത്. കാരണം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കിട്ടുന്നുണ്ട്, പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ചികിത്സ കിട്ടുന്നുണ്ട്, അധിക പരിരക്ഷ എന്തൊക്കെയാണ്, പ്രീമിയം എത്രയാണ് അടയ്ക്കേണ്ടത്, പ്രതിമാസം 657 പ്രതിവർഷം 8244 ഒക്കെയാണ് ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ഉറപ്പാണ്. ക്വസ്റ്റ്യൻ പത്രമാധ്യമങ്ങളൊക്കെ അത്രയും റിപ്പോർട്ട് ചെയ്താണ്. നമ്മുടെ അലിൻ ഷെറിൻ അല്ലെ,
അലിൻ എന്നാ വിളിക്കുക, എന്താണെങ്കിലും അലിൻ ഷെറിൻ എന്ന കുഞ്ഞുകുട്ടി, 10 മാസം പ്രായമായിട്ടുള്ള അലിൻ ഷെറിൻ. ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിലും ബ്ലോക്കുകളിലും അടിസ്ഥാന സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നീതി ആയോഗ് ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിനാണ് സമ്പൂർണത അഭിയാൻ 2.0. സമ്പൂർണത അഭിയാൻ. നീതി ആയോഗ് എല്ലാ ജില്ലകളെയും ഈ പറഞ്ഞ ബ്ലോക്കുകളെയൊക്കെ സെറ്റാക്കി കൊണ്ടുവരാൻ സമ്പൂർണത അഭിയാൻ 2.0. 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വൈദ്യുത സൈക്കിളുകൾ വിതരണം ചെയ്തതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇടം നേടിയ ആന്ധ്രാപ്രദേശിലെ ജില്ലയാണ് ചിറ്റൂർ. ചുറ്റും പോകാൻ സൈക്കിൾ കൊടുത്തു. ഇലക്ട്രിക് സൈക്കിൾ ചുറ്റും പോകാൻ. നമ്മുടെ ചിറ്റൂർ, പാലക്കാട് ചിറ്റൂർ അല്ല കേട്ടോ, ഇത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരില് ഇലക്ട്രിക് സൈക്കിൾ കൊടുത്തു. ആലോചിക്കാം. അയോധ്യയിൽ ഒരുങ്ങുന്ന രാമായണം വാക്സ് മ്യൂസിയം രൂപകൽപ്പന ചെയ്ത മലയാളിയുടെ പേര് സുനിൽ കണ്ടല്ലൂർ. സുനിലേട്ടൻ കണ്ടത്തക്കുത്തിനാണ് വാക്സില് ഓരോ പ്രതിമ ഉണ്ടാക്കിയത്. സുനിൽ കണ്ടല്ലൂർ. കണ്ടോ നിങ്ങൾ സുനിലേട്ടനെ മോദിയെ ഉണ്ടാക്കുന്നത്? കണ്ടല്ലോ. അയോധ്യയിലെ രാംലല്ല വിഗ്രഹ ശില്പി അരുൺ യോഗിരാജ് നിർമ്മിക്കുന്ന ഗായത്രി ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് ഷൊർണൂർ ഗായത്രി മഹാക്ഷേത്രം. അയോധ്യയിലെ രാംലല്ല വിഗ്രഹത്തിന്റെ ശില്പിയുടെ പേര് പഠിച്ചു വെക്കണം, അതൊരു പോയിന്റ് ആണ്. അരുൺ യോഗിരാജ് ഒരു യോഗിയാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു വിഗ്രഹം ഇവിടെ കേരളത്തില് ഷൊർണൂർ ഗായത്രി മഹാക്ഷേത്രത്തിലുണ്ട്. പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് നന്നായി പഠിച്ചു വെക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ശ്രീ ഗുരു രവിദാസ് മഹാരാജ് ജി എയർപോർട്ട്. 2026 ശ്രേഷ്ഠകലാ പുരസ്കാരം കിട്ടിയത് പ്രൊഫസർ വി മധുസൂദനൻ നായർ. ശ്രേഷ്ഠകല ഓസ്ട്രേലിയൻ ഓപ്പൺ ഇമ്പോർട്ടന്റ് ആണ്. ഓസിന് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതായിരിക്കാം, നമ്മളൊരു സ്പെയിനിലൂടെ കേട്ടോ, നമുക്ക് എന്തോ ഓസിന് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ കാറിൽ ഇങ്ങനെ പോവാണ്. ഇതിന്റെ പ്രശ്നം വിംബിൾഡൺ, ഓസ്ട്രേലിയൻ, US ഒക്കെ പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും കേട്ടല്ലോ. അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് കേൾക്കുമ്പോൾ ടെന്നീസ് ആണ്. കാർലോസ് അൽക്കാരസ് കാറിൽ നമ്മൾ ഇങ്ങനെ പോവാണ്, എവിടെ? സ്പെയിനിലൂടെ കേട്ടോ. അപ്പോഴാണ് എങ്ങനെ പോകുന്നത്? ഒരു റെയ്ബൻ ഗ്ലാസ് വെച്ചിട്ട് കേട്ടോ. എന്താണ്? ഒരു റെയ്ബൻ ഗ്ലാസ് വെച്ചിട്ട് നല്ല കസാക്ക് നിലയ്ക്കുക. കസാക്ക് റെയ്ബൻ ഗ്ലാസ് വെച്ചിട്ട് സ്പെയിനിലൂടെ കാറിൽ പോകുന്നു. ഖസാക്കിന്റെ ഇതിഹാസം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ കൃതിയാണ്? ഖസാക്കിന്റെ ഇതിഹാസം ചോദിക്കട്ടെ. OV വിജയന്റെ കൃതിയാണ്, എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പോ ഖസാക്ക് റൈബാൻ ഗ്ലാസ് വെച്ചിട്ട് സ്പെയിനിലൂടെ കാറിൽ ഇങ്ങനെ പോവാണ്. ഓസിന് പോവാട്ടോ, ഓസിന് പോവാ. ഓസിന് പോവാന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോവാ ഓസിന്. അപ്പൊ കാർലോസ് അൽക്കാരസ് സ്പാനിഷ് താരം. വനിത എലേന റൈബാക്കിന കസാക്കിന്റെ താരമാണ് കേട്ടോ. അരീന സബലങ്ക മാറിപ്പോരുതേ. നമ്മളിങ്ങനെ ഇടക്കിടക്ക് കാറിൽ അരി വെക്കും, ഇടക്കിടക്ക് ഓരോ കോഡ് പറയും. അപ്പൊ കസാക്ക് റൈബാൻ ഗ്ലാസ് വെച്ചിട്ട് സ്പെയിനിലൂടെ ഇങ്ങനെ കാറിൽ പോവാണ്, ഓസിന് പോവാട്ടോ. കോമൺവെൽത്ത് ഗെയിംസ് 2026 വേദി സ്കോട്ട്ലാൻഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. G20 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, G7 പറഞ്ഞിരുന്നു. ഈ കോമൺവെൽത്ത് ഓർത്തു വെക്കുക, സ്കോട്ട്ലാൻഡ് ആണ്. 2024 കേരള ശാസ്ത്ര പുരസ്കാരം, ഇത് ലേറ്റസ്റ്റ് 2026 കൊടുത്തത് കേട്ടോ. കേരള ശാസ്ത്ര പുരസ്കാരം ഇന്ത്യയുടെ മിസൈൽ വനിത ആരാണ്? മിസൈൽ മാൻ APJ അബ്ദുൽ കലാം ആണെങ്കിൽ മിസൈൽ വനിത ടെസി തോമസ് ആണ് കേട്ടല്ലോ, മറക്കണ്ട. റോക്കറ്റ് മാൻ K ശിവനാണ്. റോക്കറ്റ് വുമൺ ഋതു കരിതാലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അവാർഡ് കിട്ടിയത് ടെസി തോമസ് ആണ്. കേരള ശാസ്ത്ര പുരസ്കാരം. ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസിന് 2026 അർഹനായ ഇന്ത്യൻ വംശജൻ വീരഭദ്രൻ രാമനാഥൻ. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി നൽകുന്ന വയലാർ സാഹിത്യ പുരസ്കാരം ഏഴാച്ചേരി രാമചന്ദ്രൻ. നമ്മുടെ മെയിൻ വയലാർ പുരസ്കാരം അല്ല കേട്ടോ, ഇത് വയലാർ സാഹിത്യ പുരസ്കാരം കിട്ടിയത് ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നോർത്ത് വെച്ചേക്ക്. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. ഓക്കെ ആണല്ലോ. സമർത്ത് പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല ദംതാരി. എന്ത് പേരാടോ അല്ലേ? സമർത്ഥമായിട്ട് ദംതാരി. സമർത്ത് പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല ദംതാരി. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹം. അവർക്ക് സ്നേഹം കൊടുക്കാന്ന് ആലോചിക്കുക കേട്ടോ. ബാസിലാസ് സബ്റ്റിലിസ്. എന്താ അത്ര വലുതാക്കി കൊടുത്തത്? കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവാണ് പോലും. എന്തൊക്കെ പഠിക്കണം കേട്ടോ. കേരളത്തിന് ഔദ്യോഗിക ചിത്രശലഭമുണ്ട്,
കേരളത്തിന് ഔദ്യോഗികമായിട്ടുള്ള പൈതൃക മൃഗമുണ്ട് അല്ലെ, പക്ഷിയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാസിലസ് സബ്റ്റിലിസ് നോക്കൂ, ബാസിലസ് സബ്റ്റിലിസ് ഇതാണ് കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവായിട്ട് 2026 ജനുവരി 23 നല്ലൊരു കാര്യമാണ് സർക്കാർ പ്രഖ്യാപിച്ചു. ഓർത്തു വെച്ചേക്കാം ഡേറ്റും ആ പേരും. ഇന്ത്യയിലെ ആദ്യത്തെ മെനോപോസ് ക്ലിനിക്ക് ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കേരള സാമൂഹിക നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം സവിശേഷ. പോർച്ചുഗലിന്റെ പുതിയ പ്രസിഡന്റ് ആന്റോണിയോ ഹൊസെ സെഗുറോ. ഇത്രയും കാര്യങ്ങൾ തൽക്കാലം നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. അപ്പൊ നമ്മൾ ബാസിലസ് സബ്റ്റിലിസിനെ കുറിച്ചൊക്കെ PDF കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിക്കാം. ഇറാന്റെ ഭരണ സംവിധാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ലയൺസ് റോർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായി പഠിക്കണം. ഓപ്പറേഷൻ ലയൺസ് റോർ. അമേരിക്ക ഇസ്രയേൽ സംയുക്ത സൈനിക ആക്രമണത്തിൽ നിന്ന് കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമേനി. അമേരിക്ക ഇസ്രയേൽ സംയുക്ത സൈനിക ആക്രമണത്തിൽ നിന്ന് കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമേനി. നോക്കൂ, 2026 ഫെബ്രുവരി മാസം 28 ഇദ്ദേഹം മരണപ്പെട്ടത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വധിച്ചത്. 2026 ഫെബ്രുവരി 28 ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തത് മുജ്തബ ഖമേനിയാണ്. ആയത്തുള്ള അലി ഖമേനിയുടെ പിന്തുടർച്ചക്കാരനായിട്ട് അവിടെ വന്നത് മുസ്തഫ അല്ലെ, ആയത്തുള്ള അലി പോയി, അപ്പൊ മുസ്തഫ വന്നു. മുസ്തഫ അല്ലെങ്കിൽ നമുക്ക് സ്റ്റൈലാക്കിയിട്ട് ഇറാൻ ഭാഷയിൽ മുജ്തബ ഖമേനി എന്ന് പറയാം. ഇറാനെതിരായ ആക്രമണത്തിന് അമേരിക്ക നൽകിയ പേരാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. ഈ ഒരു വായ്പുണ്ടായിട്ട് പല വാക്കും പറയാൻ പറ്റുന്നില്ല, നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണേ. ഓപ്പറേഷൻ ലയൺസ് റോർ ആരുടേതാണ്? ഇറാനെ തകർക്കുക എന്ന ലക്ഷ്യവുമായി ഇസ്രയേൽ എന്ന് കേൾക്കുമ്പോൾ ലയൺ ഓക്കെ. എന്നാൽ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ എപ്പിക് ഫ്യൂരി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് US ബോംബിട്ട ഇറാന്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന ദ്വീപാണ് ഗാർഗ് ദ്വീപ്. മല്ലികാർജുന ഖാർഗെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, AICCയുടെ പ്രസിഡന്റ് അല്ലേ, കോൺഗ്രസിന്റെ. ഇത് ഗാർഗ് ദ്വീപ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ലോകത്തെ എണ്ണ നീക്കത്തിന്റെ 30% നടക്കുന്ന കടലെടുക്ക്. ഇപ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരുപാട് ഇഷ്യൂസ് അവിടെ നേരിടുന്നുണ്ട്. ഇതാണ് മക്കളെ ഹോർമൂസ് കടലെടുക്ക്. ഉറപ്പായിട്ടും പഠിക്കണം. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദ്യം ഷുവറാണ്. ഈ ഹോർമൂസ് കടലെടുക്ക് ബന്ധിപ്പിക്കുന്നത് പേർഷ്യൻ ഉൾക്കടലിനെയും ഒമാൻ ഉൾക്കടലിനെയുമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ പേർഷ്യൻ ഉൾക്കടൽ കാണാം, ഇവിടെ ഗൾഫ് ഓഫ് ഒമാൻ കാണാം. നിങ്ങൾ എൻ്റെ സ്ക്രീനിൽ കാണുന്നുണ്ടോ മുകളിൽ? ഇതിനെ ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ കാണാൻ ഹോർമൂസ് കടലെടുക്ക്. ഇവിടെ 3 രാജ്യങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ഏറ്റവും ശക്തമായ വലുത ഭാഗം മുകളിൽ കാണാൻ നിങ്ങൾക്ക് അല്ലെ, ഇറാനാണ്. അതിന്റെ തൊട്ടു താഴെയായിട്ട് UAE ഒരു ഭാഗത്ത് ഒമാൻ. ഈ 3 രാജ്യങ്ങൾ നിങ്ങൾ നന്നായി പഠിക്കണം. പേർഷ്യൻ ഉൾക്കടലിനെയും ഗൾഫ് ഓഫ് ഒമാൻ അതായത് ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്നു. അപ്പൊ പേർഷ്യ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇറാൻ അല്ലേ, ഇറാൻ ഓക്കെ. അപ്പോ ഇറാൻ ഒരു ഭാഗത്ത് UAE ഒരു ഭാഗത്ത് ഒമാൻ കേട്ടോ. സിമ്പിൾ ആയിട്ട് പഠിക്കണം. തുർക്കിയുടെ മധ്യഭാഗത്തായി വിന്യസിച്ച അമേരിക്കൻ നിർമ്മിത മിസൈൽ പ്രതിരോധ സംവിധാനമാണ് പേട്രിയറ്റ്. ഒരു സിനിമ അടുത്തിറങ്ങിയിരുന്നില്ല ഇങ്ങനത്തെ പേരുള്ള പേട്രിയറ്റ് ആലോചിക്കുക. തുർക്കിയുടെ മധ്യഭാഗത്തുള്ള ഒരു പ്രതിരോധ സംവിധാനം തുർക്കിയിൽ പേട്രിയറ്റ്. ഇന്ത്യയിലെ മിനി ഇറാൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ചോദിച്ചാൽ അലിപ്പൂർ എവിടെയാണ്? കർണാടകയാണ്. മിനി ഇറാൻ അലിപ്പൂരാണ്. മിനി ഇറാൻ അലിപ്പൂർ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് അമേരിക്ക തകർത്ത ഇറാന്റെ യുദ്ധക്കപ്പലിന്റെ പേര് ഇറിസ് ദേന. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ പിക്ചറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇറിസ് ദേന. ഇറിസ് നമ്മുടെ കണ്ണിലെ ഐറിസ് അല്ല, ഇറിസ് കേട്ടല്ലോ. നോക്കുക, അവിടെയൊക്കെ ഇറിസിനെ കുറിച്ച് ഫോട്ടോ ഉണ്ട്. ഇറാൻ കപ്പൽ കൊച്ചിയിൽ നങ്കൂരമിടാൻ അനുമതി നൽകി. മാർച്ച് 4 മുതൽ ഇറിസ് ലവാൻ കൊച്ചിയിൽ വരും. അതായത് നമ്മളിപ്പോൾ പഠിച്ചത് ഇറിസ് എന്ന് പറയാം, ബാക്കിയാണ് ഇമ്പോർട്ടന്റ്. ദേനയാണ്. ഇറിസ് ദേന. ഒരു ദയയില്ലാതെ അല്ലെ, ദീനം എന്നൊക്കെ പറയല്ലോ നമ്മൾ അസുഖം വരുമ്പോൾ. ദേന എന്ന് കേൾക്കുമ്പോൾ ഈ ദേനയാണ് തകർത്തത്. ദേന പാവുണ്ടാവും. ദേനയെ തകർത്തു. ഇറിസ് ദേനയെ തകർത്തു. എന്നാൽ നമ്മൾ കൊച്ചിയില് അഭയം കൊടുത്ത അല്ലെങ്കിൽ അവിടെ അടുപ്പിക്കാൻ വേണ്ടി നമ്മൾ പെർമിഷൻ കൊടുത്ത, ഇന്ത്യ പെർമിഷൻ കൊടുത്ത അവരുടെ മറ്റൊരു കപ്പലാണ് ഇറിസ് ലവാൻ. എന്താണ് അത്? ദേന, ഇത് ലവാൻ.
ലെവനെ നമ്മൾ ഇവിടെ അടുപ്പിച്ചു, ദേനയെ നശിപ്പിച്ചു. ലെവനെ നമ്മൾ ഇവിടെ അടുപ്പിച്ചു, ദേനയെ നശിപ്പിച്ചു. മറക്കേണ്ട ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ലെവനെ നമ്മൾ ഇവിടെ അടുപ്പിച്ചു, ലവാൻ അല്ലെ. ദേനയെ നമ്മൾ ഓർത്തു വെക്കുക, ദേനയാണ് അവർ തകർത്തത്. ഇറാൻ ആക്രമിച്ച ലിറ്റിൽ ഇന്ത്യ എന്ന് വിളിപ്പേരുള്ള ഇസ്രായേലിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ആണവ നിലയമാണ് ഡിമോണ. എന്താണ് ഡിമോണ? LPGയുമായി ഹോർമൂസ് കടലെടുക്ക് കടന്ന് INS ശിവാലിക് ഇന്ത്യയിലെത്തിയ തുറമുഖം അന്നൊരു ഇഷ്യൂ നടക്കുമ്പോൾ വലിയ ചർച്ചയായതുകൊണ്ടാണ് കേട്ടോ. INS ശിവാലിക് മുന്ദ്രയിലെത്തി. എന്നാൽ നന്ദാദേവി വന്നത് കാണ്ഡ്ലയിലേക്കാണ്. കാണ്ഡ്ല. രണ്ട് പ്രധാനപ്പെട്ട കപ്പലുകളാണ് ശിവാലിക്, മുദ്ര. ശിവന്റെ മുദ്ര ആലോചിക്കുക, ശിവന്റെ ആ ഒരു നിൽപ്പും അല്ലെ, ആ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിലാവും. അപ്പൊ മുദ്ര, ശിവൻ മുദ്ര. എന്നാൽ നന്ദാദേവി ശിവന്റെ മുദ്ര നന്ദാദേവി കണ്ടുക്ക എന്നല്ല ചെയ്യും. ശിവന്റെ മുദ്ര നന്ദാദേവി കണ്ടുക്ക, ശിവന്റെ മുദ്ര മുന്ദ്ര ശിവാലിക്, നന്ദാദേവി കണ്ടുക്ക, കണ്ട്ല, ഗുജറാത്ത്. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ആദ്യ നോവലാണ് മാതംഗലീല. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ആദ്യത്തെ നോവലാണ് മാതംഗലീല. ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെ എത്തിച്ച ദേശീയോദ്യാനമാണ് കുനോ. കുനോയിൽ തന്നെയാണ് നമ്മൾ മുമ്പ് പഠിച്ചത്. ചീറ്റകളെ എത്തിച്ചു, 9 ചീറ്റകളെ. കുനോ, മധ്യപ്രദേശ്. കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ എവിടെ വരുന്നു? വടകര വളവിൽ ഒരു 60 തെങ്ങ്, 60 തെങ്ങല്ല, വടകര വളവിൽ റൂറൽ ജയില്. കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ വടകര. മലയാള സിനിമയിൽ ആദ്യത്തെ നായിക PK റോസിയുടെ പേരിൽ സ്ത്രീകൾക്കായി ഫിലിം സൊസൈറ്റി സ്ഥാപിച്ചു. ഇതേ വടകരയുള്ള കോഴിക്കോടാണ് PK റോസിയുടെ പേരിലുള്ള ഫിലിം സൊസൈറ്റി. P. അജിത് കുമാർ എഴുതിയ നോവലാണ് ജലമുദ്ര എന്ന നോവൽ. P. അജിത് കുമാർ. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെതാണ് മാതംഗലീല. വയനാട് ടൗൺഷിപ്പ് 1ാം ഘട്ടം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചത് 2026 മാർച്ച് 1. ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേ, 2026 മാർച്ച് 1. അപ്പൊ വീടുകൾ അറിയപ്പെടുന്നത് സ്നേഹ വീടുകൾ എന്നായിരുന്നു. ടൗൺഷിപ്പ് സ്ഥിതി ചെയ്യുന്നത് ഏൽസ്റ്റൺ എസ്റ്റേറ്റ്, കൽപ്പറ്റ. ഇത് ചോദിക്കാൻ ഏറെ സാധ്യതയുണ്ട്, നോട്ട് ചെയ്ത് വെക്കണം. ഏൽസ്റ്റൺ എസ്റ്റേറ്റിനാണ്, ഏലത്തിന്റെ എസ്റ്റേറ്റ് ആലോചിച്ചു കേട്ടോ, കൽപ്പറ്റയിൽ. മലയാള ഭാഷാ ബില്ലിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഒപ്പുവെച്ചത് മാർച്ച് 4-ാം തീയതിയാണ്. 2026 മാർച്ച് 4-ന് മലയാള ഭാഷാ ബില്ല് മാർച്ച് 4-ാം തീയതി ഒപ്പുവെച്ചു. ഇന്ത്യയുമായി ദീർഘകാലത്തേക്ക് യുറേനിയം നൽകുന്നതിനായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് കാനഡ. നമുക്ക് യുറേനിയം ഒക്കെ കാനയിലുള്ള കേട്ടോ, കാനഡ. യുറേനിയം, ഇന്ത്യയുമായി ദീർഘകാലത്തേക്ക് യുറേനിയം നൽകാൻ വേണ്ടി കരാറിൽ ഒപ്പുവെച്ചത് കാനഡ. 1 മണിക്കൂറിനുള്ളിൽ 25 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരമാണ് വാരാണസി. ഇതെങ്ങനെ ഒരുപാട് വാരി മണ്ണെടുത്ത് വാരി എത്ര ലക്ഷം മരങ്ങളാ വെച്ചത് നോക്കൂ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മണ്ഡലത്തിൽ 25 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു, ഗിന്നസ് റെക്കോർഡ് നേടി. അപ്പൊ ഐക്യരാഷ്ട്രസഭ തെരഞ്ഞെടുത്ത ലോകത്തെ 20 സീറോ വേസ്റ്റ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം. അവിടെ ഒരു വേസ്റ്റും ഇല്ല മക്കളെ, കംപ്ലീറ്റ് സീറോ വേസ്റ്റ് ആണ്. കാരണം അവരുടെ എല്ലാവരുടെയും വർക്ക് വേസ്റ്റ് എടുക്കലാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു നഗരമുണ്ട്. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്ത് വേസ്റ്റ് ഒക്കെ ഒഴിവാക്കി സീറോ വേസ്റ്റ് ആണ്. വർക്ക് ചെയ്തു, വർക്കില്ല, സീറോ വേസ്റ്റ്, മാർക്ക് കിട്ടണം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏക കാലമാടൻ ക്ഷേത്രം, എന്റെ കാലമാടാ എന്ന് നമ്മൾ വിളിക്കാറില്ലേ, ഈ ഒരു പോയിന്റ് എത്ര പേരാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്? കേരളത്തിലെ ആദ്യത്തെ കാലമാടൻ ക്ഷേത്രം. അപ്പൊ ഓർത്തു വെക്കുക, അത് ഹരിപ്പാടാണ്. ഹരിപ്പാട് കേരളത്തിന്റെ ക്ഷേത്ര നഗരം എന്ന് വിളിക്കുന്ന ഹരിപ്പാട് അല്ലെ, സുബ്രഹ്മണ്യന്റെ ക്ഷേത്രമൊക്കെ ഉണ്ട് ഹരിപ്പാട്. കേരളത്തിന്റെ പഴനി എന്നറിയപ്പെടുന്നല്ലേ അവിടുത്തെ ക്ഷേത്രമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഹരിപ്പാട്, നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം, ആ ഹരിപ്പാടാണ് കേരളത്തിലെ ഏക കാലമാടൻ ക്ഷേത്രമുള്ളത്. ആ പേരൊരു കൗതുകമല്ലേ നമുക്ക് പലപ്പോഴും. ഇപ്പോ പഠിച്ചില്ലേ, അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പൊ 20 സീറോ വേസ്റ്റ് നഗരങ്ങളുടെ പട്ടികയിലിടം നേടിയത് വർക്കല, ഏക കാലമാടൻ ക്ഷേത്രം ഹരിപ്പാട്. ഹരിപ്പാട് MLAയും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയുടെ പുതിയ പുസ്തകമാണ് ഗാന്ധി ഗ്രാമങ്ങളിലൂടെ എന്റെ യാത്ര. ഗാന്ധി ഗ്രാമങ്ങളിലൂടെ എന്റെ യാത്ര. അടുത്തിടെ അസമിൽ നിന്നും കണ്ടെത്തിയ തലച്ചോറിനെ മൂടുന്ന കപാലമില്ലാത്ത പുതിയ ഭൂഗർഭജല മത്സ്യമാണ് കിറ്റ്ചക്ക് നാക്കാന. എന്താണ് നാക്കാന? തലച്ചോറ് മൂടുന്ന കപാലമില്ലാത്ത പുതിയ ഭൂഗർഭ. ഞാൻ കാണുന്നില്ല. എടോ, നിനക്ക് തലച്ചോറിന്റെ മുകളിൽ ഒരു കപാലമുണ്ടോ? ഞാൻ കാണുന്നില്ല. കിറ്റിച്ചക്ക് ഞാൻ കാണുന്നില്ല. കിറ്റിച്ചക്ക് നാക്കാന.
കിറ്റിച്ചക്ക് നാക്കാന ഞാൻ കാണുന്നില്ല, തലച്ചോറിനെ മൂടുന്ന കാബാലൻ ഞാൻ കാണുന്നില്ല, ഞാൻ കാണുന്നില്ല. പ്രേംനസീർ സ്മാരക സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ ചിറയൻ കീഴിലാണ്. ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈലാണ് ഷീൽഡ് മിസൈൽ. കേരളത്തിലെ അൾട്രാ വൈലറ്റ് ഇൻഡെക്സിൽ ഒന്നാമത് എത്തിയത് കോന്നിയാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്ക, കോന്നി. ശ്രദ്ധിക്കണം മക്കളെ, കോന്നിയും റാന്നിയും മാറിപ്പോരുത്. എന്റെ ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ വനം ഡിവിഷൻ ഏതായിരുന്നു? കേരളത്തിലെ ഏറ്റവും വലിയ ഈ പറയുന്ന ഫോറസ്റ്റ് വനം ഡിവിഷൻ ഏതാണ്? രണ്ടും നിങ്ങൾക്ക് മാറരുത്, കോന്നിയുണ്ട് റാന്നിയുണ്ട്. ക്ലൂ എന്താണെന്നൊക്കെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. ABCDEFGHIJKLMNOPQR. ആദ്യം K പിന്നെ R. ട്രിക്ക് നിങ്ങൾ പറഞ്ഞോ. അപ്പൊ ആദ്യത്തേത് ഏതാണ്, ഏറ്റവും വലുതാണ്? നിങ്ങൾ ട്രിക്ക് അറിയെങ്കിൽ ഇല്ലെങ്കിലും കമന്റ് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ഗ്ലാസ് മ്യൂസിയം അത് ഫിറോസാബാദിലെ ഗ്ലാസ് മ്യൂസിയം ഉത്തർപ്രദേശിൽ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ IT ഭേദഗതി ചട്ടപ്രകാരം അധികൃതർ ആവശ്യപ്പെട്ടാൽ വ്യാജ AI ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യേണ്ട സമയം 3 മണിക്കൂർ കൊണ്ടാണ് കേട്ടോ. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ പ്രോട്ടോകോൾ പ്രകാരം വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം വളരെ ഇമ്പോർട്ടന്റ്. ഷുവർ ക്വസ്റ്റ്യൻ ഞാൻ അടിവര ഇടുന്നു. 3 മിനിറ്റ് 10 സെക്കൻഡ്. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ പ്രോട്ടോകോൾ പ്രകാരം വന്ദേ മാതരം ആലപിക്കാനുള്ള സമയദൈർഘ്യം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ 65 സെക്കൻഡ് 52 സെക്കൻഡ് പഠിച്ചിട്ടുണ്ടാവും. ജനഗണമന 52 സെക്കൻഡ്, വന്ദേ മാതരം 65 സെക്കൻഡ്. ഇത് ആലോചിച്ച് വെക്കുക. ഇങ്ങനെ ഒരു കറണ്ട് അഫയേഴ്സ് ചോദിക്കാം. വടക്ക് കിഴക്കൻ സംസ്ഥാനത്തെ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ദീബ്രുഗഡിലാണ്, ആസാമില്. വടക്ക് കിഴക്കൻ സംസ്ഥാനത്തില് ഒരു ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയാണ് ദീബ്രുഗഡ്, ആസാം. DRDO വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള മധ്യദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി 5ന്റെ പരിഷ്കരിച്ച പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചു. സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം, ഇമ്പോർട്ടന്റ്, നദിക്ക് കുറുകെ അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലം കേട്ടോ. എന്താണ് കുമ്പിച്ചൽ കടവ്? നദിക്ക് കുറുകെ. നമ്മൾ ഇങ്ങനെ കുമ്പിട്ട് പോകണ്ട, കുമ്പിടുന്ന തല ഇങ്ങനെ കുനിക്കുക. കുമ്പിച്ചൽ കടവ്, ആ കടവിലൂടെ എങ്ങനെ കുമ്പിട്ട് പോവാ. കുമ്പിച്ചൽ കടവ്, അമ്പൂരി, നദിക്ക് കുറുകെ. ആലോചിച്ച് വെക്കണം. അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവാണ് ഏറ്റവും നീളം കൂടിയത്. ജെൻസി തലമുറയെ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പുതിയ ഭക്ഷണ ശൃംഖലയാണ് അല്ലെങ്കിൽ ശാല ശൃംഖലയാണ് മീറ്റ് പോയിന്റ് ടേക്ക് അവേ കൗണ്ടറുകൾ തുടക്കമിട്ട ജില്ല കോഴിക്കോടാണ്. അല്ലെങ്കിലും ഭക്ഷണ പ്രിയരാണ് ഞങ്ങൾ അല്ലേ. കൽബിൽ തേനൊഴുകണ കോഴിക്കോട്. ഇപ്പൊ സൗണ്ടും വായിൽ പുണ്ണൊക്കെ ആയിട്ട് ഞാൻ പാടുന്നില്ല, നിങ്ങൾ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ആലോചിക്കുക, ഈ മീറ്റ് പോയിന്റ് ടേക്ക് അവേ കൗണ്ടറുകൾ കോഴിക്കോട്. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലം അത് പെരുമ്പളം. പെരുമ്പളം. നദിയിൽ കുമ്പിച്ചൽ കടവ് പാലം. അമ്പൂരി, കുമ്പിച്ചൽ കടവ്. വീണ്ടും പറയുന്നു, കായല്, പെരുമ്പളം. കേരളത്തിൽ ആദ്യത്തെ രാജ്യാന്തര സമഗ്ര വിദ്യാലയമായി മാറുന്നത് ഏതെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ആദ്യത്തെ രാജ്യാന്തര സമഗ്ര പൊതുവിദ്യാലയമായി മാറുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടേരി. എല്ലാവരോടും മുണ്ടേരി. താഴെ കണ്ണൂരിൽ പ്രത്യേക ഒരു ഭാഷ, പ്രത്യേക സ്ലാങ് കണ്ടു. അപ്പം മുണ്ടേരി, എന്തേരി, മുണ്ടേരി. നിങ്ങൾ മുണ്ടിക്കോളി, മുണ്ടെന്നറിയും, സംസാരിക്കാം, മുണ്ട. ഓൻ എന്താ മുണ്ടാത്ത? അപ്പൊ മുണ്ട എന്ന് കേട്ടാൽ എന്താണ്? ആലോചിക്കുക. മുണ്ടേരി. അവിടെ എന്താണ് ആ സ്കൂള്? നല്ല സെറ്റപ്പാണ്. രാജ്യാന്തര സമഗ്ര പൊതുവിദ്യാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മൻ കി ബാത്ത് പ്രസംഗത്തിൽ പരാമർശിച്ച 570-ലധികം നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്ന തൃശ്ശൂരിലെ ഒരു ഗ്രാമമുണ്ട്. അതാണ് പെരിങ്ങോട്ടുകര. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ച 570-ലധികം നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്ന തൃശ്ശൂരിലെ ഗ്രാമമാണ് പെരിങ്ങോട്ടുകര. മരങ്ങൾ ചീഞ്ഞു പോകാൻ കാരണമാകുന്ന വുൾഫിഫോംസ് സിയാമെൻസിസ്. എന്താട്ട പേര്? ഫുൾവിഫോംസ് സിയാമെൻസിസ്. എന്റെ മക്കളെ, ഇതൊരു ഫംഗസ് ആണ്. എന്താണ്? ഫുൾവിഫോംസ് സിയാമെൻസിസ്. ഇത് ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് വനിതാ കോളേജിന്റെ ക്യാമ്പസിലാണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ അങ്ങനെയുള്ള വനിതാ ക്യാമ്പസിലൊക്കെയാണ് ഈ ചീഞ്ഞു പോകാൻ കാരണമാകുന്ന ഫംഗസ് ഒക്കെ ഉണ്ടാവും. ഇത് ഞാൻ ഒന്നിനെയും കുത്തി പറഞ്ഞല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം കേട്ടോ. മരങ്ങൾ ചീഞ്ഞു പോകുമല്ലോ. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് വനിതാ കോളേജ് സ്വാഭാവികം. കേരളത്തിലെ ആദ്യത്തെ ഗ്ലോബൽ ഗോൾഡ് സിറ്റി വരുന്നു. എവിടെ? മട്ടന്നൂർ, കണ്ണൂർ. നല്ല മട്ട അരി ഉള്ളത് ഗോൾഡ്, മട്ടയരി ഗോൾഡ് സിറ്റിയാണ്. ഗോൾഡ് സിറ്റി മട്ടന്നൂർ.
മട്ടന്നൂർ ഗോൾഡ് സിറ്റി. ഗ്രാമീണ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഗ്രാമങ്ങൾക്ക് നഗരതുല്യമായ സൗകര്യങ്ങൾ നൽകുന്ന പദ്ധതിയായ ഗ്രാമോത്ഥാൻ യോജന. ഗ്രാമോത്ഥാൻ, നവോത്ഥാൻ എന്ന് പറഞ്ഞാൽ ഗ്രാമോത്ഥാൻ യോജന ഗുജറാത്തിലാണ്. കേരള ലാൻഡ് അസൈൻമെന്റ്, ഇതൊക്കെ പ്രശ്നം പറഞ്ഞേക്ക് ഈ മലയാളത്തിലേക്ക് മാറ്റുമുള്ള പ്രശ്നം ഇംഗ്ലീഷ് കേട്ടോ. അതായത് കേരള ലാൻഡ് അസൈൻമെന്റ് ചട്ടങ്ങളാണ് ഇത്. 2025 പ്രകാരം പതിച്ചു നൽകിയ ഭൂമിയുടെ പട്ടയ വ്യവസ്ഥകളിലെ ലംഘനങ്ങൾ ക്രമവൽക്കരിക്കാൻ ഇതിങ്ങനെയൊന്നും പഠിക്കണ്ട. എങ്ങനെ പഠിക്കാം? കേരള ലാൻഡ് അസൈൻമെന്റ് ചട്ടങ്ങൾ പ്രകാരം നമ്മുടെ കേരളത്തിനകത്തേക്ക് പുതിയ പട്ടയ വ്യവസ്ഥയും അതുപോലെ തന്നെ ലംഘനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടൽ, അതിന്റെ പേരാണ് ക്ലാർക്ക്. നിങ്ങൾ LD ക്ലർക്ക് എക്സാമിന് സ്വപ്നം കണ്ട് പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അല്ലേ? ഇപ്പൊ ക്ലാർക്ക് എന്ന് ആലോചിക്കുമ്പോൾ എന്താണ് ശരിക്കും LD ക്ലർക്കിന്റെ ഒക്കെ പണി ആലോചിക്കുക? ഈ പട്ടയം, ലാൻഡ് അസസ്മെന്റ് അല്ലെ, ലാൻഡ് മറ്റു കാര്യങ്ങൾ, അതിലെ വ്യവസ്ഥകളൊക്കെ മാറ്റുക, ഇതൊക്കെയുള്ള ഒരു പോർട്ടലാണ് ക്ലാർക്ക്. ഇനി മറന്നുപോലെ ക്ലർക്ക് എന്ന് ആലോചിക്കുക, ക്ലാർക്ക് എന്ന് പറഞ്ഞ പോർട്ടൽ ആലോചിക്കുക കേട്ടോ. എന്താണ്? ഭൂമിയുടെ പട്ടയ വ്യവസ്ഥകളിലെ ലംഘനങ്ങൾ ക്രമവൽക്കരിക്കാൻ അപേക്ഷകൾ സമർപ്പിക്കാനായി കേരള സർക്കാർ സജ്ജമാക്കിയ പോർട്ടൽ. കേരളത്തിൽ ആദ്യത്തെ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ ആണ് വാളംതോട്. നോക്കൂ, വാളും ഒരു തോടും ഉണ്ട്. അവിടെയാണ് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. വാളുണ്ട്, തോടുണ്ട് ട്രൈബൽസിന്. കേരളത്തിൽ ആദ്യത്തെ ട്രൈബൽ ഹബ്ബ് ചോദിച്ചാൽ വാള്, തോട്, മലപ്പുറത്തെ വാളംതോട്. ഒരു ചോദ്യം തരികയാണ് നിങ്ങൾക്ക്, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾ 1 എന്ന് നമ്പർ ഇട്ടിട്ട് കേട്ടോ. നിങ്ങൾ കമന്റ് ബോക്സ് നോക്കിയാൽ മതി. ഇതുവരെയൊക്കെ ക്ലാസ് കാണുന്ന നമ്മുടെ കൂട്ടുകാർ എന്തായാലും കമന്റ് ചെയ്യും. ISROയുടെ പുതിയ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? പുതിയത് ഗുരുവായൂർ ദേവസ്വത്തിന് 2026 ജ്ഞാനപ്പാന പുരസ്കാരം കിട്ടിയത് വൈക്കം രാമചന്ദ്രൻ. ശ്രദ്ധിച്ചോളണം, 2026 ജ്ഞാനപ്പാന വൈക്കം രാമചന്ദ്രൻ. ജ്ഞാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകിയാണ് വരത്തുള്ളൂ. PSC പരീക്ഷ ഹാളിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ജ്ഞാനം വൈകിയേ വരും. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടായി, അയ്യോ ഞാൻ മറന്നല്ലോ, കിട്ടിയില്ല സമയത്ത് എന്നൊക്കെ പറയും. നമ്മുടെ ജ്ഞാനം വൈകിയാണ് വരും. ജ്ഞാനപ്പാന എന്ന് കേൾക്കാൽ വൈക്കം രാമചന്ദ്രൻ. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2026 അംബ പുരസ്കാരത്തിന് അർഹത നേടിയത് മോഹൻലാലാണ്. 2025 OV വിജയൻ സ്മാരക നോവൽ പുരസ്കാരത്തിന് കിട്ടിയത് KV മോഹൻകുമാറിന്റെ ഉലയ്ക്കാണ്. ചെറുകഥാ സമാഹാരം TP വേണുഗോപാലിനാണെന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. മകളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് 2024-25 വർഷത്തെ സ്വരാജ് പുരസ്കാരങ്ങൾ അല്ലെ? നമുക്ക് പഠിക്കാം, ഉറപ്പായിട്ടും പഠിച്ചു വെക്കണേ, എല്ലാ പരീക്ഷയ്ക്കും വരും. ഗ്രാമപഞ്ചായത്ത് സ്വരാജ് കിട്ടിയ മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലയ്ക്കൽ. ഇത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. 2ാം സ്ഥാനം എളവള്ളിയാണത് തൃശ്ശൂർ ജില്ലയിലാണ്. 3ാം സ്ഥാനം മണിയൂരാണത് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ മണിയൂര്, ഉഴമലയ്ക്കൽ, എളവള്ളി. ഇത് ഞാൻ നമ്മുടെ ടെലഗ്രാമിലെ പിള്ളേരെ പഠിപ്പിച്ച കോഡ്. ഒരു മലയിലേക്ക് കയറാൻ വേണ്ടി ഒരു ഇളയ വള്ളി ഇട്ടുകൊണ്ട് കലാപമണി ഇങ്ങനെ കയറുക. പഞ്ചായത്തിന് എന്തോ ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി കലാപമണിയെ വിളിക്കാന്ന് ആലോചിക്കുക. അപ്പൊ എന്താ ചെയ്തത്? മലയിലേക്ക് ഒരു ചിലയെ വള്ളി ഇട്ടുകൊണ്ട് മണി ഇങ്ങനെ കയറുകയാണ്. ഇതാണ് ആ വള്ളി എന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ തൽക്കാലം കേട്ടോ. അപ്പൊ കലാഭവൻ മണി എന്ന് പറയുന്ന നമ്മുടെ നായകൻ, ഇതിപ്പോ ഞാൻ ഫോട്ടോ വരച്ച് നോക്കണ്ട, ചെക്കൻ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കയറി പോവാ. ഇതെന്താണ്? ഇതാണ് മല. ഇത് മലയാ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഒരു സൂര്യൻ വരയ്ക്കണം. അപ്പോ ഇവിടെ തെങ്ങൊന്നും വേണല്ലോ. അപ്പൊ ഒരു വലിയ മല ഇവിടെ ഉണ്ട്. ആ മലയിലേക്ക് വള്ളി ഇട്ടിട്ട് ഉഴമല, വള്ളി കേട്ടായോ? ഇത് തകർത്തില്ല, ഞാൻ നശിപ്പിച്ചില്ലേ, സാരല്ല. അപ്പോ ആലോചിക്കുക, ഉഴമല, ഒരു ഇളയ വള്ളി, ഇത് നമ്മുടെ കലാഭവൻ മണി. ഓക്കെ, അപ്പോ ഉഴമല, ഇളവള്ളി, മണിയൂർ. ഉഴമല, ഇളവള്ളി, മണിയൂർ കേട്ടോ. സമയമില്ലാത്ത ക്ലാസ്, സ്പീഡ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞത്. ഇനി ബ്ലോക്ക് പഞ്ചായത്ത്. എല്ലാ കൊല്ലവും ബ്ലോക്ക് വരുമ്പോൾ ഞാനും എൻ്റെ മോനും പണ്ട് കോഴിക്കോട് അങ്ങാടി കൂടെ പോയൊരു കഥയാണ് ഞാൻ പറയാറ്. നോം ആരുടെ കഥയാണ്? നോമിന്റെ കഥയാണ്. നോമിന്റെ കഥയിൽ ആലോചിക്കുക, നോം ഇങ്ങനെ കാറിൽ പോവുകയാണ്. അപ്പോൾ ഒരു ബ്ലോക്ക് ആവുന്ന വണ്ടി. നാം എന്ത് ചെയ്യുന്നു? ശ്രദ്ധിച്ച മക്കളെ, ബ്ലോക്ക് എന്ന് കേൾക്കുമ്പോൾ, പഞ്ചായത്ത് എന്ന് കേൾക്കുമ്പോൾ ഒരു മലയിലേക്ക് ഇളയ വള്ളി ഇട്ടുകൊണ്ട് കലാപം മണി ഇങ്ങനെ കയറുന്നു. നിങ്ങൾ പഠിച്ചു, പിക്ചറും കണ്ടു. ഇനി നാം പറയുന്നത് ഒരു ബ്ലോക്കിന്റെ കഥയാണ്. നോം പറയുന്നു, ബ്ലോക്കായ സമയത്ത് നോം ഒരു കൊടയെടുത്ത് പുറത്തിറങ്ങി. കാരണം ആ ബ്ലോക്കിന് കാരണം ഒരു പെരുമ്പാമ്പായിരുന്നു. എന്ത് ചെയ്തു? അതിനെ അവിടെ നിന്നും നാം എന്ത് ചെയ്തു? കൊട വെച്ച് ഒറ്റ കുത്തണം, അത് ഒറ്റ ഒഴിഞ്ഞു മാറി ഒരു പോക്കും പോയി.
അതിങ്ങനെ ഒഴിഞ്ഞങ്ങ് പോയി, അല്ലെങ്കിൽ ഒഴിഞ്ഞങ്ങ് പോയി, അതങ്ങ് ഒഴിഞ്ഞു പോയി. നോം ആ പെരുമ്പാമ്പിനെ കൊട വെച്ചൊരു കുത്തുകുത്തി. ആലോചിക്കേണ്ടത് ഇങ്ങനെയാണ്. നോം കൊടയെടുത്തുകൊണ്ട് പുറത്തിറങ്ങി പെരുമ്പാമ്പിനെ, ഒഴിഞ്ഞു മാറിയ പെരുമ്പാമ്പിനെ കുത്തി. ഒഴിഞ്ഞു മാറിയ പെരുമ്പാമ്പിനെ കുത്തി. ദേഷ്യം തോന്നുന്നുണ്ടോ? ദുഷ്ടനാന്ന് തോന്നുന്നുണ്ടോ? തൽക്കാലം ഒരു മാർക്ക് കിട്ടിയാൽ മതി. ബ്ലോക്ക് ആവുന്നു, കാറ് ബ്ലോക്ക് ആവുന്നു. നോം പുറത്തിറങ്ങുന്നു, കൊടയെടുക്കുന്നു, പെരുമ്പാമ്പിനെ ഒഴിഞ്ഞു മാറി ഒറ്റ കുത്താണേ അല്ലെ. നോക്കൂ, നേമം, കൊടകര, പെരുമ്പടപ്പ്, ഉഴവൂർ. ഇതാണ് 4 പേരുകൾ. 1, 2, 3 സ്ഥാനം പഠിക്കുക. 1ാം സ്ഥാനം നേമം തിരുവനന്തപുരം, 2ാം സ്ഥാനം കൊടകര തൃശൂർ, 3ാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം, അല്ലെങ്കിൽ 2 ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോട്ടയം. ജില്ലയിലേക്ക് വന്നാൽ മക്കളെ, നമ്മളെപ്പോഴും പഠിക്കാനുള്ള ട്രിക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തു. ഫാക്ടറി കൂടുതലുണ്ട് കൊല്ലത്തിന് ജില്ലാ പഞ്ചായത്ത് അല്ലെ. കശുവണ്ടി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണൂർ. ഇതിങ്ങനെ തന്നെ ഞാൻ ട്രിക്ക് പറഞ്ഞാണേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കൊല്ലമാണ്. അപ്പൊ കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയല്ലേ കണ്ണൂര്. അതുകൊണ്ട് അവിടെ എന്തുണ്ടാവുന്ന അവിടെ കശുവണ്ടി കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. കൊല്ലത്തിന് കടൽത്തീരം കുറവാണ്, പക്ഷേ കൊല്ലം ജില്ലയിൽ കശുവണ്ടി ഫാക്ടറികൾ എന്തുണ്ട്? കൂടുതൽ ഉണ്ട്. ഓക്കെ. അപ്പൊ ജില്ലാ പഞ്ചായത്ത് 1 കൊല്ലം, 2 കണ്ണൂർ. കൊല്ലം, കണ്ണൂർ, കൊല്ലം, കണ്ണൂർ. കൊല്ലം നമുക്ക് കണ്ണിനെ കേട്ടോ. ജില്ലാ പഞ്ചായത്ത് പോയ കൊല്ലം, കണ്ണ്. ഓക്കെ. ഇനി മുനിസിപ്പാലിറ്റി. നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഗുരുവിന്റെ ഫോട്ടോ വരിക, അല്ലെ മുനിസിപ്പാലിറ്റി മുമ്പിൽ ആരാണ്? ഗുരുവാണ്. ഗുരു മട്ടയരിയെടുക്കാൻ കുന്നിന്റെ മുകളിലേക്ക് പോയി, അല്ലെങ്കിൽ കുന്നിന്റെ മുകളിലെ കുളത്തിൽ പോയി. നോക്കൂ, ഗുരു ഒന്നുകിൽ മട്ടലെടുക്കാൻ, നിങ്ങളുടെ നാട്ടിൽ മട്ടൽ എന്ന് പറയാറുണ്ടോടാ? ഈ നമ്മുടെ തെങ്ങിന്റെ ഓല വെട്ടിയിടുമ്പോൾ സമയത്ത് മട്ടൽ എന്ന് പറയും. ഗുരു മട്ടയെടുക്കാൻ, മട്ടയരി ആയിക്കോട്ടെ മട്ടലായിക്കോട്ടെ, എടുക്കാൻ കുന്നിന്റെ മുകളിലേക്ക് കുളത്തിൽ പോയി. കുളത്തിൽ വീണ മട്ടലായിക്കോട്ടെ നല്ലത്, കാരണം കുളത്തിൽ കുളിക്കാൻ വേണ്ടി മട്ടലൊക്കെ എടുത്ത് ഒഴിവാക്കണം. അപ്പൊ ആലോചിക്കുക, മുനിസിപ്പാലിറ്റികൾ സംഭവിക്കുന്നു കേട്ടോ. മുനിസിപ്പാലിറ്റി സംഭവിക്കുന്നു. ഗുരു മട്ടയരി എടുക്കാൻ കുന്നിന്റെ മുകളിലേക്ക് കുളത്ത് പോയി. ഗുരുവായൂർ തൃശൂർ, മട്ടന്നൂർ കണ്ണൂർ, കുന്നംകുളം തൃശൂർ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി സെറ്റാണ്. ഇനി മികച്ച കോർപ്പറേഷൻ ട്രിവാൻഡ്രമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കോർപ്പറേഷന്റെ ഭരണവും പോയി. ഇപ്പൊ അവിടെ BJP വരുന്നു, BJP ഭരിക്കുന്നു. നമുക്കറിയാലോ, പുതിയ മേയറൊക്കെ. ലൈഫ് മിഷൻ പുരസ്കാരം കൂടി നമുക്ക് പറയാം. ഗ്രാമപഞ്ചായത്ത് എന്ന് കേൾക്കുമ്പോൾ മക്കളെ, ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ചേർത്തലയാണ്, ആലപ്പുഴ ജില്ലയിലാണ്. ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിലാണ് ലൈഫ് മിഷൻ 1ാം സ്ഥാനം കിട്ടിയത്. 2ാം സ്ഥാനം അവിടെ നമ്മൾ പഠിക്കണ്ട, 3ഉം പഠിക്കണ്ട. അപ്പൊ ഗ്രാമപഞ്ചായത്തിൽ ചേർത്തലയാണെങ്കിൽ നഗരസഭ വന്നാലോ, അതും ആലപ്പുഴ കൊണ്ടുപോയി. ആലപ്പുഴ നഗരസഭയാണ് 1ാം സ്ഥാനം. അപ്പൊ ലൈഫ് മിഷനില് ചേർത്തലയും ആലപ്പുഴയും ലൈഫിന്റെ കാര്യത്തിൽ, വീടിന്റെ കാര്യത്തിൽ ആലപ്പുഴ. നഗര തൊഴിലുറപ്പ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്നാ പറയാ. അപ്പൊ ശ്രദ്ധിക്കണം, നഗര തൊഴിലുറപ്പില് മുനിസിപ്പാലിറ്റിയിൽ 1ാം സ്ഥാനം ഷൊർണൂർ, മുനിസിപ്പാലിറ്റിയിൽ 1ാം സ്ഥാനം ഷൊർണൂർ, കോർപ്പറേഷനിൽ 1ാം സ്ഥാനം കൊല്ലം. നോക്കൂ, തൊഴിലുറപ്പിന്റെ സ്ത്രീകളെ നമ്മുടെ നാട്ടിൽ ഇപ്പോ പല രീതിയിലേക്ക് തൊഴിൽ എടുക്കാറുണ്ട് തൊഴിലുറപ്പിന്റെ ചേച്ചിമാര്. എന്നാൽ നഗരങ്ങളിലൊക്കെ ഉള്ള മഹാത്മാ അയ്യങ്കാളി തൊഴിലുറപ്പ് ഏത് വർഷമാണ് വന്നത്? നിങ്ങൾക്ക് പറയാം. ഓപ്ഷൻ എ 2008, 2009, 2010, 2012. നിങ്ങൾ കമന്റ് ചെയ്തേ. മഹാത്മാ അയ്യങ്കാളി തൊഴിലുറപ്പ് തുടങ്ങിയത്, നഗര തൊഴിലുറപ്പ് തുടങ്ങിയത്. അപ്പൊ നഗരങ്ങളിലെ ഈ തൊഴിലുറപ്പിന്റെ ചേച്ചിമാർ എന്ത് ചെയ്യാറുണ്ട്? അവർ അങ്ങനത്തെ പണിയെടുക്കാറില്ല. അവർ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ സ്വർണത്തിന്റെ പണിയെടുക്കാറുണ്ട്, സ്വർണം. അവർ കോർപ്പറേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കൊല്ലപ്പണി എടുക്കാറുണ്ട് അല്ലെ. ഇരുമ്പ്, അതിന്റെ വാള്, കൊടുവാള്, ഇതൊക്കെ ഉണ്ടാക്കുക കൊല്ലപ്പണി. നോക്കൂ, തൊഴിലുറപ്പിന്റെ ചേച്ചിമാർ നഗരങ്ങളിൽ മഹാത്മാ അയ്യങ്കാളി എന്നാലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മുനിസിപ്പാലിറ്റിയിൽ സ്വർണത്തിന്റെ പണി, നഗരങ്ങൾ കോർപ്പറേഷനിലെ കൊല്ലപ്പണി, സ്വർണപ്പണി, കൊല്ലപ്പണി, ഷൊർണൂർ, കൊല്ലം പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ലൈഫ് മിഷൻ ചേർത്തല, ആലപ്പുഴ. അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചിത്രങ്ങൾ ബഹിരാകാശത്ത് വെച്ച് പകർത്തിയ ആദ്യത്തെ ഇന്ത്യൻ സ്വകാര്യ സാറ്റലൈറ്റ് ആണ് അസിസ്റ്റ BST എയറോസ്പേസ് അഥവാ AFR. അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള അസിസ്റ്റ സ്പേസ് എന്ന സ്വകാര്യ കമ്പനിയാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഡിജിറ്റൽ തട്ടിപ്പുകൾക്ക് ഇരയാവുന്നവർക്ക് RBI പ്രഖ്യാപിച്ച പുതിയ നഷ്ടപരിഹാര പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് നൽകുന്ന പരമാവധി തുക 25,000 രൂപയാണെന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഡിജിറ്റൽ തട്ടിപ്പുകൾക്ക് ഇരയാവുന്നവർക്ക് RBI പ്രഖ്യാപിച്ച പുതിയ നഷ്ടപരിഹാര തുക എത്രയാണ്? 25,000 രൂപയാണ്. കുട്ടികൾക്കിടയിലെ ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായുള്ള പഠനത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച 5 അംഗ സമിതിയുടെ അധ്യക്ഷ ഡോക്ടർ K വാസുകിയാണ്. കുട്ടികൾക്കുള്ള ആ ഒരു ഈ പറയുന്ന സ്ക്രീൻ ഉപയോഗം കേട്ടോ.
സംസ്ഥാനതല 7ാമത് ബഡ്സ് കലോത്സവം നടക്കുന്നത് തൃശ്ശൂരാണ്. സംസ്ഥാനതല 7ാമത് ബഡ്സ് കലോത്സവം തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത് പുതുപ്പണം, വടകര, കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വടകര. ഇത് ഞാൻ പുതുപ്പണം എന്ന് എടുത്തു പറഞ്ഞത് ആ എക്സാക്ട് കറക്റ്റ് സ്ഥലമാണ്. അപ്പൊ റൂറൽ ജില്ലാ ജയിൽ വടകര നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അത് പുതുപ്പണം ആലോചിക്കട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് മീററ്റ് ആണ്. മീററ്റ്, അറ്റതകളെ പോകാം. മീററ്റ് ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ്. കുരങ്ങുകളുടെ സാന്നിധ്യം മൂലം ജനങ്ങൾക്കുണ്ടാവുന്ന ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരം കാണുന്നതിനായി സംസ്ഥാന തലത്തിൽ വനംവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ബോണറ്റ് മക്കാക്. മക്കാക്ക സിലനസ്, സിംഹവാലൻ കുരങ്ങുകൾ അല്ലെ. അത് നമ്മൾ സൈലന്റ് വാലിയിൽ പഠിച്ചിട്ടുണ്ട്. 1984 സൈലന്റ് വാലി പ്രഖ്യാപിക്കുന്നത്. 85 എന്ത് ചെയ്യുന്നു? ഉദ്ഘാടനം ചെയ്യുന്നു അല്ലെ. നമ്മുടെ പ്രധാനപ്പെട്ട 5 നാഷണൽ പാർക്ക് ഉണ്ട്. ആ ദേശീയോദ്യാനങ്ങളിൽ ഒന്നാണ് സൈലന്റ് വാലി. അവിടെ മക്കാക്ക സിലനസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, മിഷൻ ബോണറ്റ് മക്കാക്. ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗഞ്ചാർ. ഈ ഗഞ്ച ടീം എന്ന് പറയും, കഞ്ചാവ് അല്ലട്ടോ. കിറുക്കുള്ള ചങ്ങായിമാരെ ഈ കഞ്ചാവ് കടിക്കും. നോക്കൂ, ഇന്ത്യയിലെ കിറുക്കുള്ള ചങ്ങാതിമാര് കഞ്ചാവ് കടിക്കും. ഗഞ്ചാർ, കിറുക്ക്. ഇത് ഒരിക്കലും കഞ്ചാവ് എന്നൊരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞില്ല. കിറുക്ക്, ഭ്രാന്തന്മാര്, മാനസിക രോഗമുള്ളവര് ഉപയോഗിക്കാൻ പാടില്ല. ഓപ്പറേഷൻ തൂഫാൻ അല്ലെ, നമ്മൾ പഠിച്ചോ? മയക്കുമരുന്നെതിരെ ശക്തമായി നമ്മൾ പോരാടണം. നമ്മുടെ നാടിനകത്ത്, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന വലിയ വെല്ലുവിളിയാണ്. അപ്പൊ അതിനിടയിൽ ഞാൻ ഒരു കോഡ് പറഞ്ഞുള്ളൂ. കിറുക്കുള്ളവന്മാർ ഗഞ്ചാർ. വേദി നോക്കൂ, ഈ പറയുന്ന സോണിത്പൂർ ആസാമിലാണ്. ആസാം ട്ടോ. പ്രഥമ ഫിഫയുടെ വനിതാ ചാമ്പ്യൻസ് കപ്പ് നേടിയത് ആഴ്സണലാണ്. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. കാർഷിക വർഷം 2026. 2026 ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ആഗോള ലൈംഗിക കടത്ത് ശൃംഖല നടത്തിയിരുന്ന സമ്പന്ന അമേരിക്കൻ ധനകാര്യ വിദഗ്ധനായിരുന്നു ജെഫ്രി എപ്സ്റ്റീന്റെ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ വാർത്തകൾ കണ്ടില്ലേ. അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിലും ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിൽ ആദ്യമായി നദിക്കടിയിലൂടെ നിർമ്മിക്കുന്ന ഇരട്ടക്കുഴൽ റെയിൽ റോഡ് തുരങ്കപാത ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദി, ആസാം. മറക്കണ്ട, ഇന്ത്യയിൽ ആദ്യമായിട്ട് നദിക്കടിയിലൂടെ നിർമ്മിക്കുന്ന ഇരട്ടക്കുഴൽ റെയിൽ റോഡ് തുരങ്കപാത ബ്രഹ്മപുത്ര, ആസാം. സോഷ്യൽ മീഡിയ വഴിയുള്ള ഭയപ്പെടുത്തലും ഭീഷണിയും തടയുന്നതിനായി ഡൽഹി പോലീസ് ആരംഭിച്ച നടപടിയാണ് ഓപ്പറേഷൻ ശാസ്ത്ര. ആരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്. ഇതൊക്കെ മുമ്പേ ഉള്ള കേട്ടോ. സ്നേഹിതനെ അറിയിക്കട്ടോ. രാത്രിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിർഭയ നിശ പദ്ധതി. ഇതൊക്കെ പദ്ധതികൾ ശ്രദ്ധിക്കണം. സ്വകാര്യ മേഖലയിൽ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായ ധന പദ്ധതിയാണ് രക്ഷാ കവചം. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കും വേണ്ട എന്തെങ്കിലും ഒക്കെ അതാണ് ആശ്രിത സഹായധന പദ്ധതിയാണ് രക്ഷാ കവചം പദ്ധതി. സംസ്ഥാനത്തെ വ്യവസായ മേഖലയിൽ അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി വിഷൻ 0 ലക്ഷ്യം കൈവരിക്കാൻ തൊഴിൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എല്ലാം സെറ്റാക്കുക, അപകടങ്ങൾ ഒഴിവാക്കുക. കെ സേഫ്. മനുഷ്യരുമായി രൂപത്തിലും പെരുമാറ്റത്തിലും ഉയർന്ന സാദൃശ്യം പുലർത്തുന്ന ലോകത്തെ ആദ്യ സമ്പൂർണ്ണ ബയോമെട്രിക് ഇന്റലിജൻസ് റോബോട്ടാണ് മോയ. മനുഷ്യരുമായി ഒരു ട്രോളൊക്കെ മോയ വേറെ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ കണ്ടിട്ടുണ്ട്. അതാണ് മോയ. ഓക്കെ, കെ സേഫ് മറക്കണ്ട. കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയിലുള്ള വനിതാ കർഷകരുടെ ഉപജീവനവും മൃഗാരോഗ്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ച ക്യാമ്പയിനാണ് ജീവനം. കുടുംബശ്രീ ആവിഷ്കരിച്ച ക്യാമ്പയിൻ മൃഗസംരക്ഷണ മേഖലയിലുള്ള വനിതാ കർഷകരുടെ ഒരു ഉപജീവനവും മൃഗാരോഗ്യവും സംരക്ഷിക്കുക. ജീവനം കുടുംബശ്രീ മൃഗമേഖല അല്ലെ. 2027 വിക്ഷേപിക്കാൻ തീരുമാനിച്ച ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നിലയമാണ് ഹെവൻ. നോക്കൂ, ഹെവൻ. നമ്മൾ ബഹിരാകാശ ഒരു നിലയത്തിന് പേരിടുകയാണ് ഹെവൻ. എന്ത് രസമുണ്ട് പഠിക്കാൻ. 2027 അല്ലെ. വികസിപ്പിച്ചത് വാസ്റ്റ് സ്പേസ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ആണ് അങ്ങോട്ട് വിക്ഷേപിക്കുക. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 വാസ്റ്റ് സ്പേസ് ആണ് അമേരിക്കൻ കമ്പനി. കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമാണ് കേരള സവാരി. കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. പഠിച്ചു വെക്കണം, സഞ്ജുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസഡർ ആരെന്ന് ചോദിച്ചാൽ സഞ്ജു സാംസൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്.
കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന ഓഡിയോ പോഡ്കാസ്റ്റ് സീരീസ് ആണ് പാരന്റിംഗ് പോഡ്കാസ്റ്റ്. 2026 വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിന് ഉച്ചകോടി, ആ വേദി ദുബായ് ആണ്. വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി അകറ്റാൻ പ്രധാനമന്ത്രി നടന്ന പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പരിപാടിയിൽ മോദിയുമായി സംവദിക്കാനുള്ള അവസരം ലഭിച്ച മലയാളി വിദ്യാർത്ഥിയാണ് നിരഞ്ജന ആർ മേനോൻ. നിരഞ്ജന മോൾക്ക് മോദിയുമായി പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റി. മക്കളെ നോട്ട് ചെയ്ത് വെക്കുക, സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി ചിനാബിലാണ്. സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? സാവൽകോട്ട്, ചിനാബ്. ആന്റി ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, വിഒ ചിദംബരം തുറമുഖം. കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിയ കുട്ടികൾക്ക് കരുതൽ ഒരുങ്ങുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് കാവൽ. വ്യോമസേനയുടെ വായു ശക്തി 2026 അഭ്യാസത്തിന് വേദിയാവുന്നത് പൊക്രാനിലാണ്, രാജസ്ഥാനിൽ. ലോക പയറുവർഗ ദിനം എന്നത് ചോദിച്ചാൽ അത് ഫെബ്രുവരി 10. ഒരു അധികം ചോദ്യം കാണാത്ത ഒരു ടോപ്പിക് ആയതുകൊണ്ട് പയറുവർഗം, ഫെബ്രുവരി 10. പയറ് കേട്ടോ. ഈ പ്രാവശ്യത്തെ പ്രമേയം കൂടി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ കൊടുക്കാറില്ല. കാർഷിക ഭക്ഷ്യ ശൃംഖലകളിൽ വൈവിധ്യം കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ തപാൽ വകുപ്പ് പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച കലാരൂപമാണ് പാവക്കളി കേട്ടോ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ, അതായത് SIR, സംസ്ഥാനത്ത് ആദ്യമായി എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ജില്ല ആലപ്പുഴ. നമ്മൾ നിയോജക മണ്ഡലം പഠിച്ചിരുന്നു, കുട്ടനാട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി SIR ആദ്യം പൂർത്തിയാക്കിയ നിയോജക മണ്ഡലം ഉറപ്പായിട്ട് ചോദിക്കും, കുട്ടനാട് ജില്ല. ഞാനിവിടെ സ്റ്റാർ ഇട്ട് വെക്കാം, ജില്ല ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ പശു മ്യൂസിയം നിലവിൽ വരുന്നത് മധുര. പശു, നല്ല മധുരം കൊടുത്തു കഴിഞ്ഞാൽ പശുവിന് മ്യൂസിയം ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. മധുരമുള്ള പശു, മധുര. ഏത് മധുര? തമിഴ്നാട്ടിലെ മധുരയല്ല, മറ്റേ മധുര, ഉത്തർപ്രദേശ്. 2026 ഫെബ്രുവരിയിൽ അണക്കെട്ട് സുരക്ഷയെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് ബാംഗ്ലൂരാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലയിലെ ഡാർക്ക് സ്കൈ പാർക്ക്. ദേശീയ വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ആരംഭിച്ച വാർഷിക ക്യാമ്പയിനാണ് സാക്ഷം 2026. പ്രത്യേകം ശ്രദ്ധിക്കണം, സാക്ഷം 2026 പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ആരംഭിച്ച വാർഷിക ക്യാമ്പയിൻ. എന്താണ് സാക്ഷം 2026? അണക്കെട്ട് സുരക്ഷയെ കുറിച്ചുള്ള സമ്മേളനം ബാംഗ്ലൂർ. നോക്കൂ മക്കളെ, നേരത്തെ ഞാൻ 1 എന്ന് പറഞ്ഞ ചോദ്യം ചോദിച്ചിരുന്നു. അടുത്തത് 2 എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. കാരണം നമ്മുടെ ഇതുവരെ എടുത്ത ക്ലാസ്സുകൾ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കാം. ആ പ്ലേലിസ്റ്റിലെ 3 ക്ലാസ് കണ്ടവർക്ക് ഇത് കിട്ടും. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഒന്ന് കമന്റ് ചെയ്യുക. 2 അടുത്ത ജസ്റ്റ് 3 എന്ന് പറയുന്നത് കമന്റ് ചെയ്യുക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ. നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ് വേണമെങ്കിൽ മുഴുവൻ നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുത്ത് 10th പ്ലേലിസ്റ്റിന് നന്നായി പഠിക്കാൻ പറയുക. ഇതിന്റെ PDF ഫ്രീ ആയിട്ട് കിട്ടാൻ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.